സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും നമസ്കാരം. ഈ വേദിയിൽ പല ആചാര്യന്മാരുടെ വാക്കുകളിലൂടെ ഭാഗവതത്തിലെയും അതിനോടനുബന്ധിച്ചതായിട്ടുള്ള പല വിഷയങ്ങളെയും മനസ്സിലാക്കുന്ന ഒരു യജ്ഞം നടന്നു വരികയാണ്. ഇന്ന് സപ്താഹയജ്ഞത്തിൻ്റെ 2ാം ദിവസം. രാവിലെ ഇപ്പോൾ കുറേ കഥകൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ പുരുഷാർത്ഥങ്ങൾ എന്നുള്ളൊരു വിഷയമാണ് നമുക്ക് പറഞ്ഞു വെച്ചിരിക്കുന്നത്. പുരുഷാർത്ഥങ്ങൾ 4 എല്ലാവരും കേട്ടിട്ടുണ്ടാകും. നമ്മളെപ്പോഴും പറയാറുണ്ട്: ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഈ 4 ഓരോ പുരുഷൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മി എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, എല്ലാ മനുഷ്യരും എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. എല്ലാ മനുഷ്യരും ജീവിതത്തിൽ എപ്പോഴും സാക്ഷാത്കരിക്കാൻ ശ്രമിക്കേണ്ടത്, അല്ലെങ്കിൽ ജീവിതത്തിൽ എപ്പോഴും നേടിയെടുക്കാൻ ശ്രമിക്കേണ്ടതായിട്ട് ഉള്ള 4 കാര്യങ്ങളായിട്ടാണ് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പൂർവികർ പറഞ്ഞത്. ചിലർ പറയുന്നു അങ്ങനെ ചെയ്യേണ്ടതാണ് എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, സ്വാഭാവികമായിട്ടും മനുഷ്യരെല്ലാവരും ഇതിലൊക്കെ തന്നെ പിന്നാലെയാണ് ജീവിതത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലും പറയാം. ഇങ്ങനെ വേണം എന്ന് നമ്മളടുത്ത് നിർദ്ദേശിക്കുന്ന രീതിയിൽ മാത്രമല്ല, നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെയാണ് എന്ന് വിവരിക്കുന്ന രീതിയിൽ കൂടിയാണ് അത് പറഞ്ഞിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കാൻ. പിന്നെ നമ്മൾ ഈ കേൾക്കുന്നത് പോലെ 4 പുരുഷാർത്ഥങ്ങൾ എന്നുള്ളതിന് എതിരഭിപ്രായങ്ങൾ ഇല്ലായിരുന്നു എന്നൊന്നും വിചാരിക്കുന്നത്. അതിന് എതിരഭിപ്രായങ്ങളും ഉണ്ടായിരുന്നു. 4ാമത്തേതായിട്ടുള്ള മോക്ഷം ആദ്യം ഉണ്ടായിരുന്നില്ലായിരുന്നു, പിന്നീട് ചേർക്കപ്പെട്ടതാണെന്നും അത് ചേർക്കപ്പെട്ടതോട് കൂടിയിട്ട് അതിൻ്റെ വില കുറഞ്ഞു എന്നും കൂടിയെന്നും ഒക്കെ അഭിപ്രായങ്ങൾ ധാരാളം. ഇപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ ഭാരതീയ ചിന്താ പരമ്പരയിൽ ഇതെല്ലാത്തിനും ഒരേ അഭിപ്രായമായിരുന്നു, പുറത്തുള്ളവർക്ക് മാത്രമായിരുന്നു ഇതിനെതിരെ അഭിപ്രായം എന്ന് വിചാരിക്കരുത്. നമ്മുടെ പൂർവികരുടെ ഇടയിൽ തന്നെ ഇതിനെപ്പറ്റി പല രീതിയിൽ ചിന്തിച്ചവരും ഉണ്ടായിരുന്നു. നമുക്ക് അടുത്ത കുറച്ച് നേരം, ഏകദേശം ഒരു 7 മണി വരെ എന്നാണ് പറഞ്ഞത്, 1 മണിക്കൂറിന് മേലെ സമയം ഈ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നുള്ളത് കൊണ്ട് നമ്മുടെ പൂർവികർ ഉദ്ദേശിച്ചിരുന്നത് എന്തായിരുന്നു എന്നുള്ളത് നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. അത് മുഴുവനൊന്നും ഇന്നത്തെ കാലത്ത് അതേപോലെ നമുക്ക് ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പൊ ഇന്ന് ഈ 2025 ജീവിക്കുന്ന നമുക്ക് ഈ 4 കാര്യങ്ങളെയും എങ്ങനെ ജീവിതത്തിൽ മാക്സിമം പ്രാക്ടീസ് ചെയ്യാൻ പാകത്തിലെടുക്കാം എന്നുള്ളത് നോക്കാം. ഒക്കെ കഴിഞ്ഞിട്ട് അവസാനം ഞാൻ പറയും, ഇതാണ് നമ്മുടെ പൂർവികർ ഏകദേശം നമുക്ക് പറഞ്ഞു തന്നതും അതിൽ നിന്ന് നമുക്ക് അത്യാവശ്യം ജീവിതത്തിലേക്ക് എടുക്കാനായിട്ട് തോന്നുന്നതും. എടുക്കണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിലോ ഒരിക്കലും ഇതാണ് വേണ്ടത്, ഇങ്ങനെ തന്നെയാണ് എന്ന് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കാനല്ല. എത്രയോ രീതിയിൽ ആൾക്കാർ ഇവിടെ ജീവിതത്തെ പറ്റി പല സങ്കല്പങ്ങളൊക്കെ ആയിട്ട് പോകുന്നതിനിടയ്ക്ക് നമ്മുടെ പൂർവികർ പറഞ്ഞു തന്ന കുറച്ച് ആശയങ്ങൾ നമുക്കൊന്ന് വെച്ച് നോക്കാം എന്ന് മാത്രം. നമ്മൾ ഇന്ന് കാണുന്ന ജീവിതത്തിനേക്കാൾ കുറച്ചും കൂടെ മേന്മ ഇവർ പറഞ്ഞു തന്ന ഈ ആശയങ്ങളും കൂടെ ചേർത്തിട്ട് നോക്കുമ്പോൾ നമുക്ക് കിട്ടുമെങ്കിൽ അത് സ്വീകരിക്കും. അങ്ങനെ കിട്ടില്ല എന്ന് തോന്നാൻ ചെയ്യാനാണ്. നമ്മളിപ്പോൾ ജീവിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും നല്ലതാണ്, അതിനേക്കാൾ ഒരു മെച്ചം ഉണ്ടാവില്ല ഈ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി പോകാന്നുണ്ടെങ്കിൽ വേണ്ട. എന്താ ഈ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നൊക്കെ പറഞ്ഞു? നമുക്കിതൊക്കെ നോക്കാൻ നേരം കഴിയും. ഞാൻ രാവിലെ കുറച്ച് ധർമ്മം ചെയ്തു, ഇത്തിരി അർത്ഥം ചെയ്യട്ടെ എന്നുള്ള ആരെങ്കിലും പറഞ്ഞിട്ടാണോ ചെയ്യാറുള്ളത്? ഉള്ള കുട്ടികളാരെങ്കിലും ധർമ്മത്തിന്റെ, അർത്ഥത്തിന്റെ, കാമത്തിന്റെ കോഴ്സിലാണോ ചെയ്യുന്നത്? നിങ്ങൾ ആരെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട ജോലിയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സത്യം പറഞ്ഞാൽ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് ഒരിക്കലും സംശയം ഉണ്ടായിരുന്നു 3ാമത്തെ പുരുഷാർത്ഥത്തിൽ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടോ? കുട്ടികൾക്ക് ഭൗതികശാസ്ത്രത്തിൽ സപ്രായതുകൊണ്ട് മാത്രമാണ്. അല്ലാണ്ട് പുരുഷാർത്ഥങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഇത്ര ഏർപ്പെട്ടതാണെന്ന് തോന്നിയിട്ടൊന്നുമില്ല.
അത്രയൊരു അടുപ്പം ഈ വിഷയത്തിനോട് ഉണ്ടാവണമെന്നില്ല, അതാണ് സൂചിപ്പിച്ചത്. പക്ഷെ കേട്ട് നോക്കിയിട്ട് നമുക്കത് ഉപകാരം ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. ആദ്യം ചുരുക്കത്തിൽ നമുക്ക് ഈ 4 കാര്യങ്ങൾ എന്താണെന്നുള്ളതെന്ന് മനസ്സിലാക്കാം. ധർമ്മം എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? സാധാരണ നമുക്കറിയാം ആ വാക്കിന്റെ അർത്ഥം എന്താ? നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ, അച്ഛൻ്റെ ധർമ്മം, അമ്മയുടെ ധർമ്മം, ഭാര്യയുടെ ധർമ്മം, ഭർത്താവിൻ്റെ ധർമ്മം. നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു തരുന്ന, നമ്മൾ പ്രവർത്തിക്കേണ്ടുന്ന, പെരുമാറുന്ന രീതിയൊക്കെ കാണിച്ചു തരുന്നതിനെയാണ് നമ്മൾ ധർമ്മം എന്നുള്ള രീതിയിൽ സാധാരണ പറയുന്നത്. ജീവിതത്തിൽ നമുക്ക് അങ്ങനെ പെരുമാറുന്ന ഒരു രീതി കുറച്ചധികം ശ്രദ്ധിക്കാനുണ്ട്. നമ്മുടെ പ്രായത്തിനനുസരിച്ച്, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച്, നമ്മളൊരു സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ളതിനനുസരിച്ച്, പിന്നെ നമ്മുടെ ഓരോരുത്തരുടെയും കഴിവുകളും സ്വഭാവങ്ങളും ഒക്കെ വ്യത്യസ്തമാണ്. അപ്പം അതിനൊക്കെ അനുസരിച്ച് എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നുള്ള രീതിയിലെ കാര്യങ്ങളെ മനസ്സിലാക്കി വെക്കുന്ന ഒന്നാണ് ധർമ്മം എന്ന് പറയുന്നത്. നമ്മളൊക്കെ ഏകദേശം അതൊക്കെ നോക്കിയിട്ടാണല്ലോ പോകുന്നത്. എല്ലാവരും ഒരേയുള്ള കാര്യങ്ങളാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പൊ ആ കാര്യം ധർമ്മം എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നു. നമുക്ക് അതിനെപ്പറ്റി നോക്കുകയും ചെയ്യും. രണ്ടാമത്തത് അർത്ഥം ആണ്. എന്താ അർത്ഥം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്? ഒരു വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് പോലെയല്ല, അർത്ഥം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമ്പത്ത് എന്നാണ്, ധനം എന്നാണ്. ജീവിതത്തിലെ പല കാര്യങ്ങൾക്കും നമുക്ക് എന്ത് വേണം? അർത്ഥം വേണം. വെറും കാശ് എന്നുള്ള അർത്ഥത്തിലല്ല, നമുക്ക് എന്തൊക്കെ ഇവിടെ നമ്മുടെ സ്വത്തായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എടുത്തു വയ്ക്കാൻ പറ്റും, ആ സാധനത്തിനെ മുഴുവൻ എന്ത് വിളിക്കാം? അർത്ഥം എന്ന് വിളിക്കാം. പണം എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല. ഇന്നിട്ട് എന്താ വെച്ചാൽ പണം കൊടുത്താൽ നമുക്ക് എല്ലാം വാങ്ങാൻ കിട്ടുന്നതാണ്. പണം കൊണ്ട് മാത്രമല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. ആണോ? പണം കൊടുത്ത ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങി അത് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഉപയോഗിക്കേണ്ടി വരുമോ അതിനെയാണ് അർത്ഥം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അത്യാവശ്യം ഈ അർത്ഥം ഉണ്ടാക്കിയിട്ടെന്തിനാ ജീവിക്കണം? അപ്പൊ അത് നമുക്ക് നോക്കാനുണ്ട്. മൂന്നാമത്തത് എന്താ? കാമം. നമ്മൾ സാധാരണ ഇപ്പൊ മലയാളത്തിൽ കാമം എന്ന് പറയുമ്പോൾ ഒരു എതിർലിംഗത്തോട് നമുക്ക് തോന്നുന്ന ഇഷ്ടം എന്നുള്ള അർത്ഥത്തിലോ, അല്ലെങ്കിൽ ഒരു ശാരീരികമായിട്ട് ഇഷ്ടം തോന്നുന്ന അർത്ഥത്തിലോ അങ്ങനെയൊക്കെ ആയിപ്പോകും കാമം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. പക്ഷെ ആ വാക്കുകൊണ്ട് സാധാരണ ഉദ്ദേശിക്കുന്നത് അതല്ല. നമ്മളിപ്പോ കാമനകൾ എന്നൊക്കെ പറയുകയാണെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? ഒരു പ്രത്യേക തരം ഇഷ്ടമല്ല, എല്ലാ തരത്തിലുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ, മോഹങ്ങൾ എന്നൊക്കെ ഉള്ളൊരു മീനാണ്. ജീവിതത്തിൽ നമുക്കൊക്കെ കുറേ ആഗ്രഹങ്ങളുണ്ട്, കുറേ മോഹങ്ങളുണ്ട്. അത് പലതും നടപ്പിലാക്കിയിട്ട് വരുന്നുണ്ട്. അത് നടപ്പിലാക്കി പോകുന്നതിനെ പറ്റി സംസാരിക്കുന്നതാണ് മൂന്നാമത്തെ പുരുഷാർത്ഥമായിട്ടുള്ള കാമം എന്ന് പറയുന്നത്. എല്ലാവരും ജീവിതത്തിൽ ആഗ്രഹങ്ങളൊക്കെ സജ്ജീകരിച്ചല്ലേ കൊണ്ട് ഒരു വിധമൊക്കെ നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള ആഗ്രഹങ്ങളുണ്ട്. നമുക്ക് അതിനൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവുകയും ചെയ്യും. ചില ആഗ്രഹങ്ങൾ വേണമെങ്കിൽ ഒഴിവാക്കാൻ പറ്റുന്നതാണ്, പക്ഷെ ചില ആഗ്രഹങ്ങൾ എല്ലാ മനുഷ്യർക്കും എന്തായാലും ജീവിതത്തിൽ വേണ്ടുന്ന ചില കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ നോക്കിപ്പോകുന്ന ആഗ്രഹങ്ങളുടെ സഫലീകരണത്തിനെ പറ്റി സംസാരിക്കുന്ന ഒന്നാണ് മൂന്നാമത്തെ പുരുഷാർത്ഥമായിട്ടുള്ള കാമം എന്ന് പറയുന്നത്. നാലാമത്തത് എന്താ? മോക്ഷം. എന്താ മോക്ഷം എന്നുള്ള അർത്ഥം? നമ്മൾ പലപ്പോഴും കുട്ടിക്കാലം മുതൽക്കേ പലപ്പോഴും കേട്ടിട്ടുണ്ടാവുക, മരിച്ചു പോകുന്നത് മോക്ഷം കിട്ടുന്നു. ഏതെങ്കിലും ആരെങ്കിലും മരിച്ചു പോകുമ്പോൾ നമ്മൾ പറയും ഭഗവാന്റെ അടുത്തേക്ക് പോയി ആർക്ക് മോക്ഷം കിട്ടി അങ്ങനെ പറയാറുണ്ട്. പക്ഷെ മോക്ഷം എന്നുള്ളതുകൊണ്ട് നമ്മുടെ പൂർവികര് പലർക്കും പല അഭിപ്രായം അറിയുന്നു. എന്നാലും ഇപ്പൊ ഭാഗവതത്തിലേക്ക് നമ്മൾ വായിക്കണം. ഈ ഭാഗവതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കാണുന്ന മോക്ഷത്തിന്റെ സങ്കല്പം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതകളിൽ നിന്നുള്ള മോക്ഷം എന്ന് പറഞ്ഞാൽ മോശം എന്തിൽ നിന്നുള്ള മോചനം ചോദിച്ചാൽ നമുക്ക് എന്തൊക്കെ അസ്വസ്ഥതകളാണ്? എന്തിനൊക്കെയാണ് നമ്മൾ അസ്വസ്ഥത വിളിക്കാറുള്ളത്? ഡിസ്റ്റർബൻസിനോ അസ്വസ്ഥത എന്നൊക്കെ പറയാം. സങ്കടം ഒരു അസ്വസ്ഥതയല്ലേ? എന്താ അസ്വസ്ഥതയാണോ എന്നുള്ളതിന് തെളിവ് അത് മാറണം എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ എന്ന് ആലോചിച്ചാൽ മതി. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് സ്വസ്ഥതയല്ല, അസ്വസ്ഥത. സങ്കടം മാറണോ? അതോ എപ്പോഴും സങ്കടത്തിന് ഇഷ്ടമാണോ? അപ്പൊ സങ്കടം പറയുന്ന അവസ്ഥ അല്ലെങ്കിൽ സങ്കടം വരുന്ന അവസ്ഥയെ നമുക്ക് എന്ത് വിളിക്കേണ്ടി വരും? അസ്വസ്ഥത എന്ന് വിളിക്കേണ്ടി വരും. പേടി വരുന്നത് സ്വസ്ഥതയാണോ അസ്വസ്ഥതയാണോ? നല്ല സുഖം പേടിച്ചിരിക്കും അങ്ങനെ നമുക്ക് തോന്നാറുണ്ട്. അപ്പൊ പേടിയും അസ്വസ്ഥതയാണ്, ദേഷ്യം അസ്വസ്ഥതയാണ്. സുഖമില്ല ദേഷ്യം വരുന്ന സമയത്ത്.
ആൾക്കാർ പറയുന്നത് ചിലപ്പോൾ പെരുവിരലിൽ ഇങ്ങനെ തരിച്ചു തീർന്നു, പക്ഷെ തരിപ്പ് വലിയ സുഖമുള്ള നിൽപ്പാണോ? എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ദേഷ്യം മറികടക്കണം എന്നാണ് തോന്നുന്നത്. അതും അസ്വസ്ഥതയാണ്. പിന്നെ അതുകൊണ്ട് വേദനകളൊക്കെ സങ്കടത്തിൽ ഉൾപ്പെട്ടു, ഇതൊക്കെ അസ്വസ്ഥതയാണ്. പിന്നെ ഇഷ്ടംപോലെ അസൂയ സ്വസ്ഥതയാണോ അസ്വസ്ഥതയാണോ? സമാധാനത്തിൽ അസൂയ വന്നു കഴിഞ്ഞാൽ അല്ലേ, ആരെങ്കിലുമൊക്കെ പറ്റി ദിവസം കുറച്ച് അസൂയ വേണമെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുക. അസൂയിക്കുന്ന സമയം നമുക്കത്ര സുഖമല്ല, നമുക്ക് അസ്വസ്ഥതയാണ്. പലതരം കോംപ്ലക്സുകൾ, അഹങ്കാരം, ഞാനെന്തോ വലിയ തോന്നലായാലും ശരി, അപകർഷതാബോധമായാലും ശരി, ഇതൊക്കെ അസ്വസ്ഥതകളാണ്. ഇതിൽ നിന്നൊക്കെ ഉള്ളൊരു മോചനമാണ് നമ്മുടെ പൂർവികർ ഉദ്ദേശിച്ചിരുന്നത്. ഇതിനെയാണ് മോക്ഷം എന്ന് വിളിച്ചിരുന്നത്. അവർ കഥകളിലൂടെയും മറ്റു പല ഗ്രന്ഥങ്ങളിലൂടെയൊക്കെ നമുക്ക് പറഞ്ഞു തന്നിരുന്നത് ഈ ജീവിതത്തിൽ തന്നെ നിങ്ങൾക്ക് ചില രീതിയിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അസ്വസ്ഥതകളിൽ നിന്നൊക്കെ മോചനം കിട്ടും, നിങ്ങൾക്ക് ഇവിടെ മുക്തനായിട്ട് ജീവിക്കാൻ പറ്റും എന്ന് പറഞ്ഞിരുന്നു. വിശ്വസിക്കുന്നുണ്ടോ? ഈ ലോകത്ത് പേടിയില്ലാണ്ട്, സങ്കടമില്ലാണ്ട്, ദേഷ്യമില്ലാണ്ട്, അസൂയയില്ലാണ്ട്, ഒരു തരത്തിലുള്ള കോംപ്ലക്സും ഇല്ലാണ്ട് ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലേ? ആഘാതം കഴിക്കുന്നു പറയുന്നു. ഇവിടെ എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു കഥയിൽ എപ്പോഴും പറയുന്നുണ്ടാവും ഒരാൾക്ക് മോശം കിട്ടി, ഇയാൾ മുക്തനായിട്ടാണ് ജീവിക്കുന്നത്. എന്നിട്ട് നമ്മൾ പറയുക അത് ഭാഗവതത്തിൽ പറയുന്ന ആവശ്യം പറ്റില്ല. സാധാരണ നമ്മുടെ കണ്ടിൽ തോന്നുന്നില്ല. ശരി, നമ്മളെപ്പോഴും എന്താ പറയുക, ജീവിതത്തിൽ നാണയത്തിന്റെ രണ്ട് വശം പോലെ സുഖം ഉണ്ടാവും, ദുഃഖമുണ്ടാവും. അല്ലാണ്ട് എപ്പോഴും സുഖമായിരിക്കാൻ ആർക്കും പറ്റില്ല. അതുകൊണ്ട് എനിക്ക് നാളെ ഭാഗവതം പറ്റിയിട്ട് നമ്മുടെ ഇടയിൽ ആരെങ്കിലും ഒരാൾ എപ്പോഴും സുഖമായിട്ട് ജീവിച്ചിരുന്നതിന് എന്താ വിചാരിക്കുക? നമ്മൾ നോർമലായതുകൊണ്ട് അയാളാണ് അങ്ങനെ പ്രശ്നം. നമുക്കറിയില്ല, നമ്മളെ തീരുമാനിച്ചിട്ട് നമുക്ക് വിശ്വാസമില്ല എന്തായാലും. പക്ഷെ നമ്മുടെ പൂർവ്വികർ പറഞ്ഞിരുന്നത് അങ്ങനെയും കൂടെ പറ്റും. ഈ 4 കാര്യങ്ങളാണ് എനിക്ക് ഇങ്ങനെ വിശദമായിട്ട് നോക്കാൻ വേണ്ടത്. ഒന്ന് ധർമ്മം, അർത്ഥം, കാമം, ഇത് ഭാരവത കഥ അല്ലാത്തത് കൊണ്ടും ഞാൻ കുറച്ച് പതിഞ്ഞ ശബ്ദത്തിൽ സംസാരിക്കുന്നത് കൊണ്ടും സമയം സന്ധ്യയാണെങ്കിലും നിങ്ങൾക്ക് ഉറക്കം വരാൻ പോകുന്നു. പക്ഷേ കഴിയുന്ന പോലെ ശ്രദ്ധിച്ചിരിക്കാൻ നോക്കിയാൽ ധർമ്മത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. നമ്മുടെ പൂർവികരുടെ വളരെ നല്ലൊരു ആശയമായിരുന്നു എല്ലാവരും അവരവരുടെ സ്വഭാവത്തിനും കഴിവിനും സാഹചര്യങ്ങൾക്കും പ്രായത്തിനും ഒക്കെ അനുസരിച്ചുള്ള പ്രവൃത്തികൾ ചെയ്തു പോയാലാണ് അവരവർക്കും ഗുണമുണ്ടാവുക, സമൂഹത്തിനും ഗുണമുണ്ടാവുക. ഒന്ന് ആലോചിച്ച് നോക്കൂ. എനിക്ക് എന്ത് ജോലിയാണോ ചെയ്യാൻ കഴിവുള്ളത്, എന്ത് ജോലി ചെയ്യാനാണോ എനിക്ക് അങ്ങേയറ്റം ഇഷ്ടമുള്ളത്, എൻ്റെ പ്രായത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് എന്ത് ജോലിയാണോ നല്ലത്, അത് ഞാൻ ചെയ്താലാണ് ഞാനത് നന്നായി ചെയ്യും. അങ്ങനെ ഞാനത് നന്നായി ചെയ്താലാണ് എനിക്കും സന്തോഷം ഉണ്ടാവുക. അങ്ങനെ ഒരു ജോലി ഞാൻ നന്നായി ചെയ്യുന്നത് കൊണ്ട് സമൂഹത്തിലുള്ളവർക്കും ഗുണമുണ്ടാകും. ഇത് നമ്മുടെ പൂർവികരുടെ വലിയ ആശയമാണ്. ആ ആശയം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് അവർ ധർമ്മം എന്നുള്ളത് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മളൊരു മനുഷ്യനായതുകൊണ്ട് സാമാന്യമായി നമ്മൾ ആചരിക്കേണ്ട കുറേ കാര്യങ്ങളും, നമ്മൾ സത്യസന്ധരായിരിക്കണം, നമ്മൾ പിടിവാശികളൊക്കെ കുറയ്ക്കണം, ത്യാഗം ഉണ്ടാവണം, മനസ്സാവാച കർമ്മൻ ആരെയും വേദനിപ്പിക്കാതിരിക്കുന്ന അഹിംസ കുറച്ചൊക്കെ നമ്മൾ ശീലിക്കണം, ചുറ്റുള്ളവരുടെ ജീവിതമൊക്കെ കണ്ട് പഠിക്കണം, നമുക്കും സ്വയം ഒരു ആത്മവിമർശനം നടത്താനായിട്ട് പറ്റണം. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ. മാത്രമല്ല ചുറ്റുമുള്ള ജീവജാലങ്ങളെയൊക്കെ നോക്കി നമ്മളാൽ കഴിയുന്ന രീതിയിൽ അവരെ സഹായിക്കുക, സ്നേഹിക്കുക, സേവിക്കുക. അതിപ്പോൾ മരങ്ങളായിക്കോട്ടെ, മൃഗങ്ങളായിക്കോട്ടെ, പക്ഷികളായിക്കോട്ടെ, മറ്റു മനുഷ്യരായിക്കോട്ടെ, അന്നം മുതലായ സാധനങ്ങളൊക്കെ അർഹതയനുസരിച്ച് അവർക്ക് പങ്കുവെച്ചു കൊടുക്കുക. ഇതൊക്കെ സാമാന്യമായിട്ട് എല്ലാ മനുഷ്യർക്കും പറഞ്ഞിരുന്നത്. അതിൽ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഇന്ന കഴിവുള്ള ആളെന്നോ അങ്ങനെയൊന്നുമില്ല. ഇതിലൊക്കെ നമുക്ക് എന്താണോ ചെയ്യാൻ സാധിക്കുന്നതൊക്കെ ചെയ്തു പോകാവുന്നത്. ഇത് എന്തിനു വേണ്ടിയാ പറഞ്ഞിരിക്കുന്നത്? എന്തിനാണ് നമ്മൾ സത്യസന്ധരാകുന്നത്? ആ ഉദാഹരണം ആത്മവെക്കാൻ നമ്മൾ നോണ പറഞ്ഞാൽ എന്താ കുഴപ്പം? കുട്ടികളോട് നോണ പറയരുത് എന്നത് പറഞ്ഞു കൊടുക്കുമ്പോ കാരണം ചോദിച്ചാൽ എന്താ പറയാ? നോണ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവണം കേട്ടോ. കോട്ടയത്ത് എല്ലാവരും നോണ പറയുന്നവരാണോ അതോ നോണ എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ്? എന്തുകൊണ്ടായിരിക്കും?
നുണ പറയരുത് എന്ന് പറയുന്നതിന് എന്താ കാരണം? എന്താ കുഴപ്പമാണോ? ദൈവദോഷമാണോ? കുട്ടികളെ വീട്ടിൽ എന്താ ദൈവദോഷം? തലമുട്ടിക്കുന്നൊക്കെ പറയാമോ? തലയെ കഴിച്ച് സത്യം ചെയ്യാൻ പറയുന്ന പരിപാടിയൊക്കെ ഈ പൊട്ടിത്തെറിക്കുന്ന പരിപാടികളൊക്കെ. പക്ഷെ കുട്ടികളൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ നല്ലോണം നോക്കുന്നത്. എന്തിനാണ് നമ്മൾ നുണ പറയാൻ? ഏറ്റവും സിമ്പിളായിട്ടുള്ളത് തരുന്നത്, നമ്മൾ നുണ പറഞ്ഞാൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ല, നമുക്ക് ഉണ്ടാവില്ല, ഉറപ്പാണ്. കാരണം നമ്മൾ ഓരോ നുണ പറയുമ്പോഴും നമുക്ക് ടെൻഷനാണ്. കാരണം നുണയാണെന്ന് അവർ വീട്ടിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയും ചെയ്തു. എന്നിട്ട് നമ്മൾ പോയത് അവിടെ വെച്ച് നമ്മൾ പരിചയം ഒരാളെ കണ്ടു. ഞാൻ എങ്ങാനും നമ്മളെ വീട്ടുകാരെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെ വെച്ച് കണ്ടു എന്ന് പറയുകയും ചെയ്യും. ഇനി എന്ത് ചെയ്യണം? എന്തൊക്കെ വഴി നോക്കണം? കണ്ടത് തന്നെ അല്ലാന്ന് പറയണം, അല്ലെങ്കിൽ യാദൃച്ഛികമായിട്ട് ആ വഴിക്ക് പോകേണ്ടി വന്നതിന് വേറെ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞു കാണാം. ഒരെണ്ണത്തിൽ നിൽക്കുമോ? ആരും കാണാതെ ഫോൺ വിളിക്കുന്നു. ആരെയോ വിളിച്ചു ചോദിച്ചപ്പോ പിന്നെ ആളുടെ പേര് പറഞ്ഞില്ല, വേറെ ആളുടെ പേര് പറഞ്ഞു. അടുത്ത ലക്ഷണം തന്നെ ഞാൻ പറഞ്ഞ ആളെ ഞാൻ വീട്ടിൽ നിന്ന് വിളിച്ചു ചോദിക്കുന്നു. അപ്പൊ അയാൾ വെറുതെ വിളിക്കാം. വെറുതെ വിളിച്ചിട്ട് പറയുന്നത് ഞാൻ വിളിച്ചിരുന്നു പറയാം. എന്തൊക്കെ ബുദ്ധിമുട്ടില്ല. നമ്മൾ നുണ പറഞ്ഞാൽ ആർക്കാ ടെൻഷൻ? നമുക്കാണ്. നമ്മുടെ സന്തോഷമാണ് നഷ്ടപ്പെടുന്നത്. അതൊക്കെ കാണിക്കുന്നത്. ഒരു ബൈക്കോ കാറൊക്കെ ഓടിച്ചു പോകുമ്പോൾ ഹെൽമെറ്റ് വെക്കണം, സീറ്റ് വെച്ചിടണം എന്നുള്ളതൊക്കെ ഒരു നിയമമാണ്. അത് ചെയ്യാണ്ടിരിക്കുമ്പോൾ നമുക്ക് നല്ലോണം അറിയാം നമ്മൾ ചെയ്യുന്നത് തെറ്റാണ്. അങ്ങനെ തെറ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഓരോ വളവ് കഴിയുമ്പോഴും ടെൻഷനാണ്. എന്താണ് ടെൻഷൻ? ആ വളവിൻ്റെ അപ്പുറത്ത് അവർ നിൽക്കുന്നുണ്ടോ എന്നുള്ള ടെൻഷനാണ്. ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ, സീറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ടെൻഷൻ്റെ ആവശ്യമുണ്ടോ? ആസ്വദിച്ച് ജീവിക്കാൻ പറ്റും, ആസ്വദിച്ച് വണ്ടി ഓടിച്ചിട്ട് പോകാൻ പറ്റും. നമ്മൾ നുണ പറഞ്ഞാൽ നമുക്ക് തന്നെയാണ് ഒന്ന്. പിന്നെ നമുക്കറിയാം, സമൂഹത്തില് ഓരോരുത്തരും പറയുന്ന സത്യങ്ങൾക്ക് മറ്റുള്ളവരെയും കൂടി പല രീതിയിൽ എഫക്ട് ചെയ്യാനുള്ള കുറേ വഴികളുണ്ട്. ആരെങ്കിലും നുണ പറഞ്ഞാൽ പലപ്പോഴും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും സത്യസന്ധരായിരിക്കേണ്ടുന്നത് അവരവർക്ക് സമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് മാത്രമല്ല, സമൂഹത്തിൽ എല്ലാവർക്കും ഉണ്ടാകാൻ കൂടെ വേണ്ടിയിട്ടാണ്. ഇത് നമ്മുടെ കൂടുതൽ തിരിച്ചറിഞ്ഞതാണ്. അത് തിരിച്ചറിഞ്ഞിട്ടാണ് അവർ പറഞ്ഞത് മനുഷ്യനായാൽ എന്തുണ്ടാവണം? സത്യസന്ധത ശീലിക്കണം എന്ന് പറഞ്ഞു. നല്ല കാര്യമല്ലേ? ഇത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. ഇതുപോലെയാണ് ത്യാഗമായാലും വാശി കൊടുക്കാൻ പറയുന്നതായാലും അഹിംസയായാലും ഒക്കെ ഇതെല്ലാം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊക്കെ മനുഷ്യർക്ക് പൊതുവെ ഉള്ള കാര്യങ്ങളാണ്. ധർമ്മം എന്നുള്ളതിലൊക്കെ ഉൾപ്പെടും. നമ്മളെല്ലാവരും ഇങ്ങനെയൊക്കെ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ജീവിച്ചാൽ നമുക്കും ടെൻഷൻ ഉണ്ടാവില്ല, സമൂഹത്തിലും നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നല്ലതേ വരുള്ളൂ എന്നുള്ളത്. ഇനി അങ്ങോട്ടാണ് കുറച്ചും കൂടെ അപകടം പിടിച്ച കാര്യം. എല്ലാവരും കേട്ടിട്ടുണ്ടാവും വർണ്ണ ആശ്രമ ധർമ്മങ്ങൾ എന്നൊക്കെ പറയണം. 4 വർണ്ണങ്ങളുണ്ട്, 4 ആശ്രമങ്ങളുണ്ട്. ഇതൊക്കെയാണ് 4 വർണ്ണങ്ങൾ. പേരെങ്കിലും എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. 4 ആശ്രമങ്ങളുണ്ട്. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ഇതെന്താ സത്യം? എന്താ ചോദിച്ചാൽ ആകെ പ്രശ്നം. ഇന്നിപ്പോ വലിയ അടിയാണ്, ആകെ കുഴപ്പം. നമുക്ക് ഇതിന്റെ അടികളെ ഒന്നും നമ്മൾ എന്താ പറയുക നിരാകരിക്കണ്ട. കാലങ്ങളായിട്ട് ഈ സംഭവം കാരണം ഇവിടെ കുറേ പ്രശ്നങ്ങളുണ്ട്, അത് വാസ്തവമാണ്. ആ പ്രശ്നങ്ങൾ അവിടെ തന്നെ നിന്നോട്ടെ. എന്തായിരുന്നു നമ്മുടെ പൂർവികര് ഇതിനൊക്കെ പറ്റി പറയുമ്പോൾ ഉദ്ദേശിച്ചിരുന്നത് മാത്രം നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. എന്താ അതിന്റെ പിന്നിലുള്ള രീതി? മനുഷ്യരെല്ലാവർക്കും ഒരേ കഴിവും സ്വഭാവമാണോ? ആണോ? അല്ല. ജന്മനാ തന്നെ ഓരോരുത്തർക്കുള്ള വാസനകളും മറ്റൊക്കെ കുറച്ച് വ്യത്യസ്തമാണ്. നമ്മൾ പൂർവികരെ നോക്കുമ്പോൾ ചില ആൾക്കാർ വലിയ ക്ഷമയുള്ളവരാണ്, നിസ്വാർത്ഥരാണ്, അഹങ്കാരമില്ലാത്തവരാണ്, അത്യാഗ്രഹം ഇല്ലാത്തവരാണ്, അച്ചടക്കം നല്ലോണം ഉള്ളവരാണ്. അവരൊക്കെ കൂട്ടിയിട്ട് ഒരു സ്വഭാവക്കാരെ ഒരു ഗ്രൂപ്പാക്കി വെച്ചു. വേറൊരു ഗ്രൂപ്പ് ആൾക്കാരാണെന്ന് വെച്ചാൽ നല്ല ധൈര്യവും ശൗര്യവും ഉള്ളവരാണ്, മറ്റുള്ളവരെ കൂടി മര്യാദ പഠിപ്പിക്കാൻ കഴിയുന്നവരാണ്, കുറച്ച് സ്പിരിറ്റ് കൂടിയ ആൾക്കാരാണ്, സങ്കേതം കൂടിയ ആൾക്കാരാണ്. അവരെ പിടിച്ചിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. പിന്നെ ജീവിതത്തിൽ നല്ലോണം ആഗ്രഹങ്ങളുള്ള ആൾക്കാരുണ്ട്. എത്ര കിട്ടിയാലും മതിയാവാത്ത പല രീതിയിലുള്ള സുഖഭോഗങ്ങളൊക്കെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്.
അങ്ങനെ ആഗ്രഹങ്ങൾ അടങ്ങാതെ നല്ലോണം നിലനിൽക്കുന്ന, അതിനുവേണ്ടി കുറെ അധ്വാനിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ സമ്പാദിച്ച് ഈ ആഗ്രഹങ്ങളൊക്കെ നടപ്പിലാക്കണമെന്ന് തോന്നുന്ന ആൾക്കാർ മിനിമം പോലെ ആവില്ല. അങ്ങനെയുള്ള ആൾക്കാരെ വേറെ ഗ്രൂപ്പായി. നാലാമതൊരു ഗ്രൂപ്പുണ്ട്, അവർക്ക് എന്താ അവർക്ക് വേണ്ടത് ജീവിതത്തിൽ തന്നെ അറിയില്ല. അപ്പൊ അവരോട് ആരെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുത്താൽ അവർക്ക് ചെയ്യാനായിട്ട് പറ്റും. അവർക്ക് ശാരീരികമായിട്ട് എന്തെങ്കിലുമൊക്കെ പണികൾ എടുക്കാം, അതല്ലാണ്ട് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ അത്ര അങ്ങനെയുള്ളവർക്ക് മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത് അവരെ നേർവഴിക്ക് നയിക്കുക എന്നുള്ളൊരു സെറ്റപ്പാണ്. ഇത് നാലാമത്തെ ഗ്രൂപ്പാണ്. ഈ 4 ഗ്രൂപ്പുകൾക്കാണ് അവർ ക്രമേണ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന് പേര് കൊടുത്തത്. 4 തരം സ്വഭാവങ്ങളാണ്, 4 തരം വർണ്ണങ്ങളായിട്ട് കാണിച്ചു തരുന്നു. ഈ സ്വഭാവങ്ങൾക്കനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ആ പ്രവർത്തികൾ ചെയ്യുമ്പോൾ അവരുടെ സ്വഭാവം അങ്ങനെ തന്നെ വീണ്ടും 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 പ്രവർത്തിക്കപ്പെടുകയാണ് ചെയ്യുക. അങ്ങനെ മുന്നോട്ട് പോകുന്നതാണ് അവർക്കും നല്ലത്, മറ്റുള്ളവർക്കും നല്ലത് എന്നാണ് പറഞ്ഞു വെച്ചത്. ഇപ്പോ ഈ സ്വഭാവക്കാരില് ആരാണ് നല്ലൊരു അധ്യാപകനാണ് നല്ലത്? ആരാണ്? നല്ലോണം ആഗ്രഹങ്ങളുള്ള, അതിനുവേണ്ടി ധാരാളം പണം കൂടി, അതോ നല്ല ക്ഷമയോടുകൂടി നിസ്വാർത്ഥ. അപ്പൊ അവരോട് ഈ സ്വഭാവങ്ങളിൽ ഓരോരുത്തർക്കും ഓരോ കഴിവും അല്ലെങ്കിൽ അവരുടെ ആ നേച്ചറും അനുസരിച്ച് ഇന്ന ജോലി ചെയ്യുന്നത് നല്ലതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതല്ലാത്തൊരു ടീച്ചറെ നമുക്ക് ഇഷ്ടമാവും. സ്കൂളിൽ ശമ്പളം മാത്രം നമ്മൾ പഠിക്കുന്ന ടീച്ചറിനെ നമുക്ക് ഇഷ്ടമാവില്ല. നമ്മുടെ കുട്ടികളുടെ ടീച്ചർമാരെ പക്ഷെ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചർമാർ ഈ രീതിയിലാണെന്ന് നമുക്ക് സഹിക്കില്ല. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് സമൂഹത്തിനോട് ചെയ്യുന്നത് നല്ലതല്ല. നമുക്ക് നന്നായിട്ട് എപ്പോഴും ചില പ്രത്യേക ക്യാരക്ടർ ഉള്ളവരാണ് അധ്യാപകർ ഒക്കെ ആവാൻ നല്ലത് എന്ന് മനസ്സിലാവും. അതുപോലെ ഭരണം നടത്തണമെന്നുണ്ടെങ്കിൽ കുറച്ച് കണ്ടേടുള്ള, കുറച്ച് ധൈര്യമുള്ള, മറ്റുള്ളവരെ കൂടി മര്യാദ പഠിപ്പിക്കാൻ അറിയുന്ന കുറച്ച് സ്ത്രീകളുള്ള ആൾക്കാരാവാം, യുദ്ധം ചെയ്യാനും അതിനൊക്കെ. അപ്പൊ അവരോടാണ്, ക്ഷത്രിയന്മാരോടാണ് ഭരണകാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ പറഞ്ഞു വെച്ചത്. ബിസിനസ് ആരാ ചെയ്യേണ്ടത്? ഭീമാഗ്രഹങ്ങളുള്ള ആൾക്കാരാണോ? ഇല്ല. മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ് എന്ത് ചെയ്യേണ്ടത്? ബിസിനസ് ഉണ്ടാക്കുന്നത്. ഭീമാഗ്രഹങ്ങളുള്ള ആൾക്കാരാണ് വെച്ചാൽ അയാൾ മിനിമം ചെയ്യുള്ളൂ, ധാരാളം ഉണ്ടാവില്ല. ഇപ്പൊ സമൃദ്ധിയൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നല്ല ആഗ്രഹങ്ങളുള്ള, അതിനുവേണ്ടി അധ്വാന കഴിവുള്ള ആൾക്കാരാണ് അതൊക്കെ ചെയ്യുന്നത്. കൃഷി ചെയ്യാനും ബിസിനസ് ചെയ്യാനും കച്ചവടാതി കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ അങ്ങനത്തെ വൈശ്യന്മാരോടാണ് പറഞ്ഞിരുന്നത്. അവസാനത്തെ ഗ്രൂപ്പാണ് ശൂദ്രന്മാരെന്ന് പറയുന്നത്. ശൂദ്രന്മാർക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് സ്വയം ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് ഇല്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലേ ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞത്. അപ്പൊ അവരോട് പറഞ്ഞത് എന്താ വെച്ചാൽ, നിങ്ങൾ ബാക്കിയുള്ളവർക്കൊക്കെ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ സഹായങ്ങൾ ചെയ്തിട്ട് സേവിച്ചിട്ടൊപ്പം നിൽക്കുക. അവർ നിങ്ങൾക്ക് വേണ്ടത് പറഞ്ഞു തരും. അത് ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം എങ്ങനെയാണോ വേണ്ടത് അതനുസരിച്ച് പ്ലാൻ ചെയ്ത് പോകാമെന്നാണ് പറഞ്ഞത്. ഈ രീതിയിൽ പറയുന്നത് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. എല്ലാവരും അവരുടെ സ്വഭാവം അനുസരിച്ച് പ്രവർത്തികളൊക്കെ ചെയ്യുന്നു, നല്ലത് ഉദ്ദേശിച്ച് ചെയ്യുന്നു, അവരവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ട് അവർക്കും ഗുണം ഉണ്ടാവുള്ളൂ, മറ്റുള്ളവർക്കും ഗുണം ഉണ്ടാവും. ഇങ്ങനെയുള്ള ജീവിതത്തിനടുത്ത് ബ്രാഹ്മണ സ്വഭാവമുള്ള ഒരു പുരുഷനും ബ്രാഹ്മണ സ്വഭാവമുള്ള ഒരു സ്ത്രീയും വിവാഹം കഴിച്ചാൽ ഉണ്ടാവുന്ന കുട്ടിക്കും സാധാരണ എന്ത് സ്വഭാവം കാണാൻ തുടങ്ങി? ബ്രാഹ്മണ സ്വഭാവം കാണാൻ. ക്രമേണ കുടുംബത്തിനെ ഏത് പേര് വിളിക്കാൻ തുടങ്ങി? ബ്രാഹ്മണ കുടുംബം. ഇതുപോലെ ക്ഷത്രിയ കുടുംബമായി, വൈശ്യ കുടുംബമായി, ശൂദ്ര കുടുംബമായി. എവിടെയോ ഏതോ ഘട്ടത്തില് ഇതിൽ ആർക്കൊക്കെയോ വെറുതെ ഒരു അച്ഛൻ്റെ അമ്മയുടെയും മകനോ മകളോ ആയതുകൊണ്ട് മാത്രം ഞാൻ ഈ വർണ്ണമാണ് എന്നുള്ള അഭിമാനങ്ങൾ വരാൻ തുടങ്ങി. ഞങ്ങളുടെ വർണ്ണം നിങ്ങളുടെ വർണ്ണത്തെക്കാൾ കേമമാണ് എന്നുള്ള തോന്നൽ വരാൻ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനത്തെ പെരുമാറ്റങ്ങളൊക്കെ ആയപ്പോൾ അതോടുകൂടി പ്രശ്നം. അങ്ങനെ ആ ബാലൻസ് പോയത്. ഇത് നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇതിന്റെ ഈ വാക്കുകളൊക്കെ വെച്ചിട്ട് നേരിലേക്ക് എടുക്കാൻ കാര്യമില്ല. പക്ഷേ അതിൽ പറയുന്ന ചില സംഭവങ്ങൾ നമുക്ക് നല്ലതുപോലെ എടുക്കാൻ പറ്റും. എന്താണ്? എല്ലാവരും അവരവരുടെ സ്വഭാവത്തിനും കഴിവിനും അനുസരിച്ചുള്ള ജോലികൾ മാത്രം ചെയ്യുന്നതാണ് അവരവർക്കും നല്ലത്, സമൂഹത്തിനും നല്ലത്. ഇന്ന് കുട്ടികൾ പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു ജോലിയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ഇത് പറയേണ്ടി വരുന്നത് നല്ലതാണ്. പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ഇന്ന് എല്ലാവരും അധികവും പറയുന്നത് ഇഷ്ടവും കഴിവുമുള്ള ജോലി ചെയ്തോളൂ.
എന്ത് ജോലി ചെയ്തോളൂ? മാക്സിമം ശമ്പളം കിട്ടുന്ന ജോലി. ഇഷ്ടമുള്ള കോഴ്സ് പഠിച്ചോളൂ എന്നല്ല പറയുന്നത്. എന്താ പറയുന്നത്? ജോബ് കിട്ടാൻ എളുപ്പമുള്ള ജോലി കിട്ടാൻ എളുപ്പമുള്ള കോഴ്സ് പഠിച്ചോളൂ. എനിക്ക് കുറേ കുഴപ്പങ്ങളുണ്ട്. എന്താ വെച്ചാൽ പഠിക്കുന്നത് നേരെ പഠിക്കാൻ പറ്റില്ല. പഠിച്ചു കഴിഞ്ഞാൽ ജോലി ചെയ്യുമ്പോൾ ഇഷ്ടമായിട്ടല്ല ചെയ്യാം, സ്ട്രെസ് വരും. അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിപ്പോൾ എന്താണെന്നറിയോ? പഠിപ്പ് സ്ട്രെസ്സാണ്. പഠിപ്പിന്റെ സമയം മാറ്റി വെച്ചിട്ട് വേണം പാഷൻ ഫോളോ ചെയ്യാൻ. ജോലി സ്ട്രെസ്സാണ്. ജോലി മാറ്റി വെച്ചിട്ട് വേണം പാഷൻ ഫോളോ ചെയ്യാൻ. നമ്മുടെ പൂർവ്വികർ പറയുന്നത് നിങ്ങളുടെ പാഷൻ ഏതാണോ അതാണ് പഠിക്കേണ്ടതെന്നും ആ ജോലിയാണ് ചെയ്യുന്നതെന്നും. ഇന്നും ഏതെങ്കിലും ഒരു കോഴ്സിന് പഠിക്കാൻ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോലിക്ക് കയറുമ്പോൾ അവരെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് നടത്തും. എല്ലാത്തിനും വേറെ തന്നെ അഭിരുചി ഉണ്ടോ എന്ന് നോക്കും. അതായത് നമുക്ക് അതിനുള്ള മിനിമം സ്കില്ലും അതിനുള്ള താല്പര്യവും ഉണ്ടോ എന്ന് നോക്കാനാണ് അതിൻ്റെ ഉദ്ദേശം. അതെന്താ ജോലിയെ നമ്മൾ ചെയ്യാവൂ. ഇവിടെ ഇടത്തിൽ അമ്പലത്തിലെ സത്രം നടക്കുന്നതിന്റെ ഇടയിൽ പുരുഷാർത്ഥങ്ങളുടെ പ്രഭാഷണത്തിന്റെ ഇടയിൽ ധർമ്മത്തെ പറ്റി കേട്ടുവെച്ചിട്ട് നമ്മളാരും മാറാനൊന്നും ഇപ്പോഴും പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളോട് വീട്ടുകാർ എന്താ പറയാ? നിനക്ക് ഇഷ്ടമുള്ളത് പഠിച്ചോളൂ എന്നല്ല പറയാ. ഇതിന് ചേർന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സ്കോപ്പ് ഇല്ല, ഇത് വേണ്ടാന്ന് വെക്കുക എന്നുള്ളതേ പറയൂ. അത് കുറേ പ്രശ്നങ്ങളുണ്ട്. അതിന് പല സാഹചര്യങ്ങളും പല ഫാക്ടേഴ്സും നമുക്ക് ഇതിന്റെ പിന്നിലുണ്ട്. പക്ഷെ ആലോചിച്ചാൽ നല്ലതാണ്. നമ്മുടെ സ്വഭാവവും കഴിവും എന്തിനോട് ചേർന്ന് നിൽക്കുന്നോ അത് പഠിക്കുന്നതും ആ ജോലി ചെയ്യുന്നതുമാണ് എപ്പോഴും നല്ലത്. രോഗികളുടെ രോഗം മാറ്റണം എന്നുള്ളത് ശരിക്കും പാഷനായിട്ടുള്ള വ്യക്തിയെ വിചാരിക്കുക. അയാൾ ഡോക്ടറായിരിക്കുന്നത് ഒരു സ്ട്രെസ്സും ഉണ്ടാവില്ല. നേരെ മറിച്ച് അയാളുടെ ഉദ്ദേശം കുറേ കാശുണ്ടാക്കലാണെന്നുണ്ടെങ്കിൽ അയാൾ ഡോക്ടറായിരിക്കും. അയാൾക്ക് രോഗം മാറാൻ നല്ല വിഷയം. കുട്ടികളെ പഠിപ്പിച്ച് ആ നിലയിലേക്ക് എത്തിക്കണം, എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണം എന്നുള്ളത് പാഷനായിട്ടുള്ള ആൾ പഠിപ്പിക്കുന്നതും ഒട്ടും താല്പര്യമില്ലാണ്ട് എന്തെങ്കിലും ഒരു ജോലി വിചാരിച്ച ഒരു ടീച്ചറായിട്ട് മാറുന്ന ആള് അത്തരത്തിൽ പഠിപ്പിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇതൊക്കെ പോട്ടെ, ഭക്ഷണം ഉണ്ടാക്കുന്നത് ഒരു പാഷനായിട്ടുള്ള ആൾക്കാരില്ല. അവരുണ്ടാക്കുന്നതും ആർക്കോ വേണ്ടി ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമില്ല. നമുക്കറിയാൻ കാര്യമില്ല. ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ആശയമെങ്കിലും നമുക്ക് മാതൃകയായിട്ട് എടുക്കാവുന്നതാണ്. നമ്മുടെ കഴിവിനും സ്വഭാവത്തിനും അനുസരിച്ചുള്ളതായിരിക്കണം നമ്മൾ പഠിക്കുന്നതും ചെയ്യുന്നതും. ഇപ്പോൾ പഠിക്കാനും ടെൻഷൻ ഉണ്ടാവില്ല, ജോലി ചെയ്യാനും ടെൻഷൻ ഉണ്ടാവില്ല, ഒക്കെ ശരിയാണ്. പക്ഷെ ഇതാരും ചെയ്യും. അതാണ് പ്രശ്നം. ഇത് കിട്ടുന്ന ജോലി മാത്രമായിട്ട് നമ്മൾ നോക്കിക്കൊണ്ട് കുറേ കുഴപ്പങ്ങളുണ്ട്. ഇത് കിട്ടുന്നത് ചെയ്യാം, ഇത് പോവാനുള്ള കുറേ സ്ട്രെസ്സും നമ്മൾ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും. എവിടെയൊക്കെയോ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾക്ക് നല്ലോണം കാശാണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാശ് ഉണ്ടാക്കാനുള്ള വഴികൾ നല്ലോണം ഉണ്ട്, ധാർമ്മികമായിട്ട് അത് ചെയ്യാം. അല്ലാണ്ട് ഇതുപോലെ ടീച്ചറായിട്ടും പിന്നെ ഡോക്ടറായിട്ടും സമൂഹത്തിലേക്ക് വല്ലാണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ജോലികളിൽ ഇരുന്ന് അത് ആത്മാർത്ഥമായിട്ട് ചെയ്യാതെ അല്ലാണ്ട് കാശുണ്ടാക്കാൻ അങ്ങനെ ചെയ്താൽ നമുക്കും ഗുണമുണ്ടാവില്ല, ഇത് പറയാമല്ലോ. ഞാൻ പണ്ടിവിടെ വന്നത് പ്രശ്നങ്ങൾ കഴിയുമ്പോഴാണ്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ സ്ഥിരം സപ്താഹങ്ങൾക്കൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ പലരും എടുത്ത് പറഞ്ഞിട്ടുണ്ട് എവിടെയെങ്കിലും എങ്ങനെയൊരു മാഷായിട്ട് കയറുന്നിട്ട് ലീവ് എടുത്ത് പോക്കോ. ശരി, അപ്പൊ മാഷായിട്ട് എവിടെയെങ്കിലും കയറിയിട്ട് എന്നിട്ട് ലീവ് എടുത്തിട്ട് സപ്താഹങ്ങൾക്ക് പോകാൻ നിങ്ങളുടെ സമയം ഒരിക്കലും നമുക്കവിടെ പഠിപ്പിക്കുന്ന ഒരു പാഷൻ അവിടെ ഉണ്ടാവില്ല. എങ്ങനെയെങ്കിലും ഒരു ജോലിയിലേക്ക് വരിക. അത് വലിയ കുഴപ്പമില്ലാത്ത കാര്യം. ഇത് കൂടുതൽ നമ്മൾ ഇതിനായിട്ട് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ പൂർവികരുടെ ആശയം ഞാനിവിടെ പങ്കുവച്ചു മാത്രം. ഒരു കാര്യം കൂടെ പറയാം. ഇത് നമ്മുടെ പൂർവികർ മാത്രം പറഞ്ഞ കാര്യമല്ല. പണ്ട് പാശ്ചാത്യ രാജ്യത്ത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് 2300 വർഷങ്ങൾക്കൊക്കെ മുമ്പുണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് ഇതേ കാഴ്ചപ്പാടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ മനുഷ്യർ പലതരത്തിലാണ്. ചില ആൾക്കാർക്ക് നല്ലോണം അറിവ് നേടാനുള്ള താല്പര്യമാണ്, അവരെ നമ്മൾ ഒരു ഗ്രൂപ്പാക്കണം. വേറെ ചിലർ നല്ല തൻ്റെ ഇടത്തിലെ ആൾക്കാരാണ്, അവരെ വേറെ ഗ്രൂപ്പാക്കണം. മൂന്നാമതൊരു ടീമും കൂടെ ഉണ്ട്, ധാരാളം അധ്വാനിക്കണം, കുറേ ആഗ്രഹങ്ങൾ സജ്ജീകരിക്കണം മാത്രം ചിന്തിക്കുന്നവരെ അവരെ വേറെ ഗ്രൂപ്പാക്കണം. അത് 4 ഗ്രൂപ്പല്ലായിരിക്കും. എത്ര ഗ്രൂപ്പായിരിക്കും? അതിൽ ആദ്യത്തെ ഗ്രൂപ്പാണ് ധരിക്കേണ്ടതെന്നും, രണ്ടാമത്തെ ഗ്രൂപ്പാണ് പട്ടാളക്കാരൊക്കെ ആവാൻ നല്ലതെന്നും, മൂന്നാമത്തെ ഗ്രൂപ്പാണ് പണികളെടുക്കുന്ന
കൃഷിക്കാരും അതേപോലെ കച്ചവടക്കാരും ഒക്കെ ആയി മാറേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിലൊക്കെ പിന്നിൽ കുറെ പറയുന്നേ, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ പൂർവിക പുരുഷ സൂത്രത്തിൽ ഉള്ളതായിട്ട് പറയും, മുഖത്ത് നിന്ന് ബ്രാഹ്മണൻ ഉണ്ടായി, കൈകളിൽ നിന്ന് ക്ഷത്രിയൻ ഉണ്ടായി എന്നുള്ളതൊക്കെ. അങ്ങനത്തെ കുറേ സങ്കല്പങ്ങൾ ഇതിന്റെ കൂട്ടത്തിൽ കൂട്ടിവെക്കുന്ന ഉറപ്പാണ്. പക്ഷെ ഇതൊന്നും ഒരിക്കലും ഉച്ചനീചത്വങ്ങൾ പറയാൻ വേണ്ടിയിട്ടൊന്നുമല്ല. എല്ലാം പല രീതിയിലുള്ള ഭാഗമാണ് സമൂഹത്തിൽ വഹിക്കേണ്ടതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വായ മാത്രമല്ല, കൈ വേണ്ടേ, കാലം വേണ്ടേ, എല്ലാം വേണം. ഇതിനെല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള റോളുണ്ട്. ഈ സ്വഭാവക്കാർക്കൊക്കെ സമൂഹത്തിൽ അതിൻ്റെതായിട്ടുള്ള റോളുണ്ട്. എല്ലാ ക്യാരക്ടറുകളും അവരും വേണം. അവരൊക്കെ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ധർമ്മം എന്നുള്ള കാര്യങ്ങളായിട്ടൊക്കെ സൂചിപ്പിക്കണം. സ്ത്രീ പുരുഷ ധർമ്മങ്ങളോട് പറഞ്ഞിരുന്നു. സ്ത്രീകൾക്ക് പറ്റുന്ന കാര്യങ്ങൾ സ്ത്രീകൾ ചെയ്യാം, പുരുഷന്മാർക്ക് പറ്റുന്ന കാര്യങ്ങൾ പുരുഷന്മാരും ചെയ്യും. അവിടെയും അങ്ങോട്ടും കളിയാട്ടലുകളും താഴ്ത്തിക്കെട്ടലുകളും ഇല്ലാണ്ടായാൽ മതിയായിരുന്നു. പക്ഷെ ഏകോ ഒരുക്കാനാ തോന്നുന്നു. അതെന്നാന്ന് അറിയില്ല. അവൻ എങ്ങാണ്ട് ആ സ്ത്രീകളെ നോക്കിയിട്ട് ഇന്നത്തെ ഇതൊക്കെ ഇങ്ങനെ ചെയ്തിരിക്കാൻ എന്തുകൊണ്ട് കളിയാക്കുന്നത് പോലെ ചോദിച്ചതാണ്. അവരൊക്കെ ദിവസത്തും തുടങ്ങിയിട്ടാ തോന്നുന്നുണ്ട് ഈ പ്രശ്നം മുഴുവൻ. അതോടുകൂടി അങ്ങോട്ടുള്ള ബഹുമാനമൊക്കെ എനിക്ക് എന്താണ്ടായത് ചോദിച്ചാൽ അധ്വാനിച്ച് കാശുണ്ടാക്കുന്നതിന് മാത്രം വലിയ പോയി. അതല്ലാണ്ട് ഒരു അമ്മയായിരുന്ന കാര്യങ്ങൾ നോക്കുന്നതിനും കുടുംബം നോക്കുന്നതിനും വലിയ വിലയൊന്നും ഇല്ലെങ്കിൽ രണ്ടിനും വില വരുന്നതിന് വരൊക്കെ എന്താണ്ടായത് എണ്ണത്തിന്റെ വില മൊത്തം ഇല്ലെങ്കിൽ. സ്ത്രീ പുരുഷ ധർമ്മങ്ങൾ പറയുമ്പോഴും പണ്ടുള്ളവർ ഉദ്ദേശിച്ചിരുന്നത് അറിയുന്നു. പക്ഷെ കുറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ. പണ്ടുള്ളവർ പറഞ്ഞിരുന്ന വാക്കുകളില് സ്ത്രീകളെ വല്ലാണ്ട് സഹിക്കാൻ വിട്ടുകൊടുത്തിരുന്നു. പുരുഷന്മാർക്ക് അബദ്ധങ്ങൾ പറ്റിയാലും ആരും ക്ഷമിക്കണം, സ്ത്രീകൾ ക്ഷമിക്കണം. അവരാണ് കുടുംബം നിലനിർത്തേണ്ടത്, അവരാണ് തലമുറകളെ ഭംഗിയായിട്ട് വളർത്തി കൊണ്ടുവരേണ്ടത്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർ സഹിക്കണം. അങ്ങനെ സഹനശക്തി കൂടുതൽ വേണമെന്നൊക്കെ പറഞ്ഞ് സ്ത്രീകൾക്ക് ദുഃഖം സഹിക്കാൻ കുറേ കഴിവുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെ തന്നെ അസ്യൂം ചെയ്ത് പോകുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മുഴുവൻ നമുക്ക് കേൾക്കുമ്പോൾ കുറച്ച് കുഴപ്പങ്ങളുണ്ട് എന്നൊക്കെ തോന്നും. എന്നാലും നമ്മുടെ പൂർവ്വികർ ഉദ്ദേശിച്ചിരുന്നത് സ്ത്രീകളും പുരുഷന്മാരും അവർക്ക് പറ്റുന്ന പോലെ ചെയ്യുവാണ്. സ്ത്രീകൾ അല്ലാണ്ട് ഇമോഷണൽ ആണെന്നാണ് നമ്മുടെ പൂർവ്വികർ കണ്ടെത്തിയത്. ഇമോഷണൽ ആയ ആൾക്കാർ ഇന്നൊന്ന് പറയും, ചിലപ്പോൾ നാളെ ഇന്ന് നാളെ അല്ലെങ്കിലോ ഇന്നിപ്പോൾ 9 മണിക്ക് ഇത് പറഞ്ഞാൽ 9 മണിക്ക് ചിലപ്പോൾ മാറ്റി പറഞ്ഞു. അപ്പോൾ പുരുഷന്മാരോട് പറഞ്ഞു കൊടുക്കും, 9 മണിക്ക് അവൾ പറയണത് ഇവർക്ക് തീരുമാനം എടുക്കണ്ട, 9:00 പറയണതും കൂടെ കേട്ടതിന് ശേഷം തീരുമാനം എടുക്കാൻ പറ്റുന്നു. അപ്പൊ വൈകാരികമായിട്ട് ചിന്തിക്കുമ്പോൾ അങ്ങനത്തെ കുഴപ്പങ്ങൾ വരുന്നതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കതില്ല. സ്ത്രീകൾ മൊത്തം വൈകാരികമായിട്ട് ചിന്തിക്കുന്നവരും പുരുഷന്മാർ മൊത്തം വിചാരപരമായിട്ടുള്ളവരും അങ്ങനെയാണോ? ലോകത്ത് വൈകാരികമായിട്ട് എപ്പോഴും പെരുമാറുന്നവരുമുണ്ട്, നല്ലപോലെ വിചാരത്തോടുകൂടി പെരുമാറുന്നവരുമുണ്ട്. അവരോടും അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തോളാനാണ് അത് പറഞ്ഞിരുന്നത് നമ്മുടെ പൂർവ്വികർ പറഞ്ഞിരുന്നത്. അപ്പൊ അപ്പോഴും നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും, സ്വഭാവത്തിനും കഴിവിനും അനുസരിച്ചുള്ള പ്രവൃത്തികളാണ് എടുക്കാൻ പറഞ്ഞിരുന്നത്. പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ ഈ സവർണൻ അവർണൻ എന്നൊക്കെ പറയുന്നത്? ഇന്നത് ആകെ പ്രശ്നമാണ്. പക്ഷേ നമ്മൾ ഈ പണ്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടത് എന്താ അറിയും, ഈ ബ്രാഹ്മണനെയും ക്ഷത്രിയെയും വൈശ്യരെയും ശൂദ്രരെയും വെച്ചിരുന്ന പേരാണ് സവർണര് എന്നുള്ളത്. അല്ലാണ്ട് ശൂദ്രയുടെ അവർണരൊന്നുമില്ല. മനസ്സിലായി? അതായത് 4 വർണ്ണങ്ങളിൽ ഉൾപ്പെട്ട എല്ലാവരെയും ചെയ്യുന്നത് എന്താണ്? സവർണര്. അവർണരാരാ ചോദിച്ചാൽ ഇതിലൊന്നും പെടാത്ത ആൾക്കാരാണ്. ഇത് സമൂഹമായിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്നുള്ള സങ്കല്പം പോലും ഇല്ലാതെ തോന്നിയ പോലെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. കൊള്ളയും കൊലപാതകവും ഒക്കെ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ. അവരെ ഒരിക്കലും ഒരു വർണ്ണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. കാരണം അവർ ഒറ്റയ്ക്ക് സ്വന്തം കാര്യം മാത്രം നോക്കുന്നവരാ. ഒരു സമൂഹത്തിൽ നന്മ ഉണ്ടാവണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരെ അല്ല. അങ്ങനെയുള്ളവരെയാണ് ശരിക്കും വർണ്ണ വ്യവസ്ഥയിൽ ഉൾപ്പെടാത്തവര് എന്നുള്ള അർത്ഥത്തിൽ ഏത് പേര് കൊടുത്തിരുന്നത്? ആവർത്തനം. കാരണം ഈ 4 വർണ്ണത്തിലുള്ളവരും മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ ജീവിക്കണം എന്നുള്ളത് നിയമമായി. അങ്ങനെ വേദനിപ്പിച്ച് സ്വാർത്ഥരായിട്ട് ജീവിക്കുന്നവരെയാണ് അവർണരായിട്ട് കണ്ടിരുന്നത്. അല്ലാത്തവരൊക്കെ സവർണര്. ഇന്ന് കാലമാണ് ഇന്ന് ആ വാക്ക് ഉപയോഗിക്കണം മുഴുവൻ എന്തിനാ? ഉയർന്ന ജാതിക്കാര് സവർണരും അതല്ലാത്തവരെ അവർണരും. ഇനി ആ പേര് നമുക്ക് ആൾക്കാരെ വിളിച്ച് മാറ്റിക്കാൻ പറ്റും. പക്ഷെ എങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത് എങ്കിലും മനസ്സിലാക്കണം. ഒരു വർണ്ണ വ്യവസ്ഥയിൽ ഉൾപ്പെടാത്തവരെന്ന് പറഞ്ഞാൽ സമൂഹമായിട്ട് ജീവിക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ്. അവർ സ്വന്തം കാര്യം മാത്രമേ നോക്കി ജീവിക്കും. അങ്ങനെയുള്ളവരെയാണ് ആവർണരെന്ന് വിളിച്ചിരുന്നത്. അത് ഓർക്കാം. പിന്നെ ധർമ്മത്തിന്റെ കാര്യം പറയുമ്പോൾ സൂചിപ്പിക്കാനുള്ള ഒറ്റ കാര്യം കൂടെ അതാണ് ആശ്രമധർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഏതൊക്കെ 4 ആശ്രമങ്ങൾ എന്ന് നേരത്തെ പറഞ്ഞു? ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ബ്രഹ്മചര്യാശ്രമം വിദ്യാർത്ഥികളുടെ കാലഘട്ടമാണ്. കുറേ സ്ട്രിക്റ്റായിരുന്നു പണ്ടുള്ളത്. ഗുരുകുലത്തിൽ ഗുരുവിനെ സേവിച്ച് നിൽക്കുക, ഭക്ഷണം നിയമം, കിടക്കാനുള്ള സൗകര്യങ്ങൾ നിയമം, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡിസിപ്ലിൻ, വേറെ ചിന്തകൾ പോകാതിരിക്കാൻ നോക്കുക, കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ചു പോവുക, ഇതാണ് പറഞ്ഞിരുന്നത്.
പക്ഷെ ആ പഠന കാലഘട്ടം കഴിയുമ്പോഴേക്കും നമ്മൾ എന്താണ്, നമുക്ക് എന്താ ജീവിതത്തിൽ വേണ്ടത് എന്നുള്ളത് വ്യക്തമാവും എന്നാണ് പറഞ്ഞിരുന്നത്. ഇന്നിപ്പോൾ അതുപോലെ നമ്മൾ എല്ലാം കഴിച്ചിട്ടാണോ ഒരു ലോകത്തിൽ പോയിട്ട് ജീവിക്കണം അല്ല. പക്ഷെ ഇന്നും നവോദയ പോലുള്ള ചില സംഭവങ്ങളുണ്ട്. അവിടെ എന്താ ഡിസിപ്ലിൻ ഇല്ലാന്നോ? ആണോ? രാവിലെ ഇത്ര മണിക്ക് കൃത്യം എഴുന്നേൽക്കണം, ഓടാൻ വയ്യാത്തവരും പോയിട്ട് ഓടിക്കോളണം, കറക്റ്റ് പഠിക്കാനുള്ള സമയത്ത്, ഭക്ഷണം കഴിക്കാനുള്ള സമയത്ത്, ഇതൊരു ചിട്ടയോട് കൂടി പോയിട്ടുള്ളത്. അത് നല്ലതാണെന്ന് വിചാരിച്ചിട്ടല്ലേ പലരും അവിടെ കൊണ്ട് ചേർക്കണം. പക്ഷെ ആ സമയത്ത് നമുക്കൊക്കെ അറിയാതെ കുറെ സുഖം കിട്ടുന്നതൊക്കെ പറയുന്നത്. അതും ഒരു വിദ്യാർത്ഥി കാലഘട്ടം കുറച്ചധികം ഡിസിപ്ലിനോട് കൂടി ആവണമെന്നാണ് നമ്മുടെ കൂടുതൽ വിചാരിച്ചിരുന്നത്. പലപ്പോഴും മനസ്സ് താഴെ തെറ്റിക്കുവാനുള്ള അവസരങ്ങളുണ്ട്. അതൊക്കെ കുറയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒരു നല്ലോണം നോക്കിയിരുന്നു കാണാം. ആ കാലഘട്ടത്തിൽ ഇന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ, അറ്റ്ലീസ്റ്റ് പഠിക്കുന്ന ഒരു കാലം കഴിയുമ്പോഴെങ്കിലും ജീവിതത്തെ പറ്റി നല്ലൊരു ബോധം ഉണ്ടാവും. കുട്ടികൾ പഠിക്കണമൊക്കെ അങ്ങനത്തെ കാര്യങ്ങളോ? ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തെ പറ്റിയിട്ടും പ്രകൃതിയെ പറ്റിയിട്ടൊക്കെ അത്യാവശ്യമായിട്ട്. സോഷ്യൽ സയൻസസ് പഠിച്ചു കഴിഞ്ഞാൽ മനുഷ്യർ ഒരുമിച്ച് ജീവിക്കുന്ന ഇവിടുത്തെ പ്രത്യേകതകളെ പറ്റിയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ അറിവുള്ളൂ. ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ എന്താവണം, ആരാവണം, എങ്ങനെയാവണം, ഈ ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള പ്ലാനൊക്കെ നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. ഒരു വിദ്യാർത്ഥി കാലഘട്ടം കഴിഞ്ഞാൽ അതെങ്കിലും വേണമെന്ന്. പക്ഷെ ഇതിപ്പോഴും പ്ലസ് ടു പഠിച്ചു കഴിഞ്ഞാൽ, ഒരു ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് എന്താണ് ലൈഫിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ ചോദിച്ചാൽ വലിയ ഐഡിയൊന്നും കാണുന്നില്ല. ഒന്നാമത് പഠിപ്പിക്കുന്ന രീതിയുടെ കുഴപ്പമുണ്ട്. രണ്ടാമത് ആ പഠിക്കുന്ന പുസ്തകങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു സാധനം പോലും വായിക്കാനോ അറിയാനോ ശ്രമിക്കാത്തതിന്റെ കുഴപ്പങ്ങളുണ്ട്. അങ്ങനെയല്ലാതെ ഒരു വിദ്യാർത്ഥി കാലഘട്ടം കഴിയുമ്പോഴേക്കും, അതായത് നല്ലൊരു സ്കൂൾ കോളേജ് ലൈഫ് കഴിയുമ്പോഴേക്കും അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തെ പറ്റി നല്ല ബോധമുള്ള ഒരാളായാൽ നല്ലതാണ് എന്നതാണ്. ബ്രഹ്മചര്യം കഴിഞ്ഞ എന്താ കുടുംബമായിട്ട് ജീവിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഓർമ്മ, ആരും ഗൃഹസ്ഥന്മാരാവണമെന്ന് കണ്ടുള്ള ഒരു നിർബന്ധമൊന്നും നമുക്ക് ജീവിതത്തിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരു കൂട്ട് വേണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമുള്ളൂ? വിവാഹം കഴിക്കേണ്ട ആവശ്യം നമുക്ക് ചേരുന്നവരാണ്. അങ്ങനെ വിവാഹം കഴിക്കണമെന്ന് തോന്നുന്നെങ്കിൽ അവർക്കൊക്കെ ജീവിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ ഒരിക്കലും വിവാഹം കഴിക്കാൻ പോകരുത്. അപ്പൊ പിന്നെ എന്താ ചെയ്യാൻ ചോദിച്ചാൽ അതിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നുപോകാനാണ് പറഞ്ഞത്. ഇന്ന് വെച്ചാൽ ഇന്നൊരാൾക്ക് വിവാഹം കഴിക്കാണ്ടിരിക്കാൻ പറ്റുമോ? ഞാൻ നിങ്ങളോട് പറഞ്ഞാലല്ലേ ബോറടിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ ബോറടിക്കാൻ പാടും. വിവാഹം കഴിക്കണം എന്നുള്ളത് നിർബന്ധമാണോ ചോദിച്ചാൽ എന്താ പറയാ? നീ ഒന്ന് വിവാഹം കഴിക്കുന്ന കണ്ടിട്ട് വേണം എനിക്ക് എന്നത് പറയാൻ തുടങ്ങും. അപ്പൊ തോന്നി പ്രശ്നം, അവിടെ തൊട്ട് പ്രശ്നമാണ്. അങ്ങനെ ആവരുത് ഇരിക്കുന്നുള്ളതാണ്. ഈ പലർക്കും ഒരു ഘട്ടത്തിൽ വിവാഹം കഴിക്കണമെന്ന് തോന്നുന്നത് കുറെ കൊല്ലം കഴിഞ്ഞാൽ ചിലപ്പോൾ മാറാണ്ടിരിക്കുക. ഇന്ന് വേണ്ട തോന്നുന്നവർക്കൊക്കെ ഒരു ഘട്ടം കഴിഞ്ഞാൽ മാറിയെന്ന് വരും. ഇന്ന് വേണമെന്ന് തോന്നുന്നവർക്ക് ഒരു ഘട്ടം കഴിഞ്ഞാൽ അങ്ങനെ തോന്നുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ വിഷയങ്ങളുണ്ട്. നമുക്ക് വേണ്ടത് എന്താണെന്ന് വ്യക്തമായ ഒരു ബോധം ഉണ്ടാവണം. എന്നിട്ട് നമ്മൾ തന്നെ സ്വയം കുറച്ചൊന്ന് അതിന്റെ ചില നിയമവ്യവസ്ഥകളൊക്കെ അംഗീകരിച്ചുകൊണ്ട് പോകാൻ തീരുമാനമെടുക്കണം. അതാണ് കുടുംബജീവിതത്തിൽ ഉണ്ടാവുന്നത്. അങ്ങനെ ഒരു കുടുംബജീവിതത്തിൽ പോകുമ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ കുട്ടികൾ പറഞ്ഞു നിൽക്കുന്നു. ഒരു സമൂഹത്തിൽ വലിയ റോളിൽ കുടുംബജീവിതത്തിൽ കളിക്കുന്നു. കാരണം അങ്ങനെ എവിടെ ഉണ്ടാവുള്ളൂ? കുടുംബമായിട്ട് ജീവിക്കണമൊക്കെ ഉണ്ടാവുള്ളൂ എന്നാണ് പഴയ രീതിയിലുള്ള സങ്കല്പം. അതിഥികളെ ആരെങ്കിലുമൊക്കെ വര വെക്കണമെന്നുണ്ടെങ്കിൽ ആർക്കേ പറ്റുള്ളൂ? കുടുംബമായിട്ട് കഴിയുന്നവർക്കേ പറ്റുള്ളൂ. അവർക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അങ്ങനെ കുറേ പറഞ്ഞിട്ടുണ്ട്. ഒരു കുടുംബം നന്നാവാൻ മറ്റൊരു കുടുംബത്തെ ഒരിക്കലും വേദനിപ്പിക്കരുത്. ഒരു കുടുംബമായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ കഴിയുന്ന സമയത്ത് വിശേഷ ദിവസങ്ങളൊക്കെ വെച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കണം. സത്സംഗങ്ങൾ ഉണ്ടാവണം. അച്ഛനും അമ്മയും മകനും മകളും ഒക്കെ ജീവിതത്തിൽ എങ്ങനെ നല്ല അച്ഛനും അമ്മയും മകനും മകളും ഒക്കെ ആയിട്ട് ഇരിക്കണം എന്ന് നല്ല മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഒരു കുടുംബത്തിലിരിക്കുമ്പോൾ പോലും നമ്മുടെ പൂർവികർ പറഞ്ഞു തരണത് ഈ ബന്ധങ്ങൾ പോലും എല്ലാ കാലത്തും അതുപോലെ ഉണ്ടാവില്ല എന്ന് ഓർമ്മ വേണമെന്നാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? എല്ലാവർക്കും എപ്പോഴും എല്ലാവരും ഒരേപോലെ ഉണ്ടാവും. അപ്പൊ അതിലെന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വന്നാലും ജീവിക്കാൻ നമ്മൾ തയ്യാറെടുക്കണം, പഠിപ്പിക്കണം, പരസ്പരം അതിനുള്ള പ്രചോദനം ആവണം എന്നൊക്കെ പറയണതായിട്ട് കാണാം. ഒരു കുടുംബ ജീവിതത്തെ പറ്റി പണ്ടുള്ളവർ നല്ല കുറെ അഭിപ്രായങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരിക്കലും നമുക്ക് വേണ്ടി കുറെ എടുത്തു വെച്ച് മറ്റുള്ളവർക്ക് ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ ഒന്നും കൊടുക്കാതെ അവരൊന്നും ശ്രദ്ധിക്കുകയോ ചെയ്യാതെയുള്ള ജീവിതം ആവരുത്. ചുറ്റുള്ള മൃഗങ്ങളെയും പക്ഷികളെയും മനുഷ്യരെയും ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ടുള്ള ജീവിതം ആവണം. ചെറുതൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അവർ പറയുകയാണ് നമ്മുടെ വയറെന്ന് പറയുന്നത് മാത്രമാണ് നമ്മുടെ അവകാശം, അതിന് കൂടുതൽ എടുത്തു വെക്കരുത്. നമ്മളോ
നമ്മളും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇന്നത്തേക്കും നാളത്തേക്കും മറ്റന്നാളത്തേക്കും 10 കൊല്ലം കഴിഞ്ഞാൽ വയറ് പറയാൻ അതുകൂടെ എടുത്തു വയ്ക്കുന്നു. നമുക്ക് എടുത്തു വയ്ക്കാതിരിക്കാൻ പറ്റുമൊന്നുമില്ല. പക്ഷെ അതിൽ തന്നെ നമുക്കെല്ലാം ആലോചിച്ചാൽ അറിയാലോ, ചില ഘട്ടങ്ങളിൽ നമ്മൾ വളരെ സ്വാർത്ഥരായിട്ട് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാൻ പറ്റുന്നതിൽ പോലും ഒളിച്ചോടാൻ ശ്രമിക്കുന്നത് അങ്ങനത്തെ ഘട്ടങ്ങൾ നമുക്ക് മനസ്സിലാവും. പിന്നെ ചില സമയത്ത് നമുക്ക് ഒന്നുമില്ലാതെ ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ വേണ്ടാമേ. പക്ഷെ എവിടേക്കോ നമുക്കത് ആലോചിച്ചാൽ നല്ല രീതിയിൽ അത് പെരുമാറി കൊണ്ടുപോകാൻ പറ്റുന്നതേ ഉള്ളൂ. അതൊക്കെ നോക്കിയാൽ കാണാം. ഒരു കുടുംബ ജീവിതത്തിലെ കാര്യങ്ങൾ കുറേ രീതിയിൽ ഒരു കുടുംബ ജീവിതം നമുക്ക് നല്ലോണം ജീവിതത്തിൽ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ടാണ്, സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിതത്തിന്റെ പല വശങ്ങളും അനുഭവിച്ച് തീർക്കാൻ വേണ്ടിയിട്ടാണ് കുടുംബജീവിതം. അത് കഴിഞ്ഞ ആൾ ആശ്രമമാണ് എന്ന് പറഞ്ഞിരുന്നത്. എന്താ വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് അത് കാട്ടിൽ പോയിരിക്കുക. ഇന്ന് കാട്ടിൽ പോകാൻ പറ്റുമോ? എവിടെയെങ്കിലും നമ്മുടെ ആധാർ കാർഡൊക്കെ പിടിച്ചാൽ വിടണോ ഉണ്ടാകും, അവിടെ പോയി ഇരിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ വാനപ്രസ്ഥം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഒതുങ്ങിക്കൂടുക. എവിടെ ഒതുങ്ങിക്കൂടുക? മൊത്തം തിരക്കുകളിൽ നിന്നൊക്കെ ഒതുങ്ങിക്കൂടുക, എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ ഒതുങ്ങിക്കൂടുക. കാരണം എന്താ വെച്ചാൽ ഇനി അധികകാലം ഇല്ല ജീവിതം മനസ്സിലാവുക. അപ്പൊ ആ സമയത്ത് ജീവിതം മുന്നോട്ട് പോകുമ്പോൾ കുറേ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. മരണം എന്നൊന്നും മുന്നിൽ വരുമ്പോൾ വലിയ വേദനയും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അപ്പൊ അതിനു മുമ്പേ നമ്മൾ ഈ ഓട്ടമൊക്കെ ഒന്ന് കുറച്ച് ഒന്ന് റെസ്റ്റ് ചെയ്ത് ഒന്ന് തയ്യാറെടുക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഏതാശ്രമം പറഞ്ഞിരുന്നത്. ആശ്രമം റിട്ടയേർഡ് ലൈഫ് അങ്ങനെയായിരുന്നു. ഇന്ന് കാലം മാറി. ഇന്ന് ചില ആൾക്കാർ എന്താ പറയുന്നത് അറിയോ? അടുത്ത കൊല്ലം റിട്ടയർമെന്റ് ആണ്, അത് കഴിഞ്ഞിട്ട് വേണം ഇന്നൊന്ന് ജീവിക്കാൻ തുടങ്ങാൻ. അത് പ്രശ്നമില്ല. പണ്ടുള്ളവർ ഫാമിലി ലൈഫിൽ നല്ലോണം ജീവിച്ച 55 കഴിയുമ്പോൾ അതിൽ നിന്നൊന്ന് ഒതുങ്ങാനാ പറഞ്ഞു. ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുക, വിഭവം എന്താണെന്ന് നോക്കണില്ല, മിനിമം വസ്ത്രം കൊടുക്കുക, ആ വസ്ത്രം എന്താണ് ഏത് കളറാണെന്നൊന്നും നോക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. എവിടെയെങ്കിലും ഒരിക്കലും കിടക്കണമെന്നേ ഉള്ളൂ. വലിയ സൗകര്യങ്ങൾ വേണ്ട, ഉത്തരവാദിത്തങ്ങൾ വേണ്ട, വീടിന്റെ കാര്യങ്ങൾ മുഴുവൻ അടുത്ത തലമുറയെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റും. കുറേ പ്രശ്നങ്ങൾ ഒഴിവാകും. ഇന്നിപ്പോ എന്താ കാരണം ചോദിച്ചാൽ റിട്ടയർമെന്റ് കഴിഞ്ഞ ആൾക്കാർ വീണ്ടും ജീവിക്കാൻ തുടങ്ങുകയാണ്. അല്ലാണ്ട് യൗവനത്തിലുള്ളവരും ഓൾറെഡി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടു കൂട്ടരും തമ്മിൽ ആകെപ്പാടെ പ്രശ്നങ്ങൾ. ഒരു വീട്ടിലെ താക്കോൽ ആരാ കയ്യിൽ വെക്കേണ്ടതാണ് ഇപ്പോഴും പ്രശ്നങ്ങൾ, നോക്കേണ്ടത് ആരാണെന്നുള്ള പ്രശ്നങ്ങൾ. എല്ലാം എന്നോട് പറയുന്നില്ല എന്നുള്ള കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കുഴപ്പങ്ങളുണ്ട്. ആ റിട്ടയർമെന്റ് ലൈഫ് അവർ പറഞ്ഞിരുന്നത് നല്ലതായിരുന്നു. നമ്മളൊന്നും ഒതുങ്ങി കൂടണം, അടുത്തവർക്ക് വഴി കൊടുക്കണം. അവസാനമാണ് സന്യാസ ജീവിതം പറഞ്ഞിരുന്നത്. നമുക്ക് എളുപ്പമൊന്നുമല്ല മനസ്സിലാക്കാം. സന്യാസ ജീവിതത്തിൽ എന്താ വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്കാം. എനിക്ക് വേറെ ആരും, നിങ്ങൾ ആരും എനിക്ക് വേണ്ടി 5 മിനിറ്റ് പോലും ചെലവഴിക്കണം. എന്റെ കാര്യം ആരും നോക്കിക്കോളാം, ഞാൻ നോക്കിക്കോളാം. ആ സന്യാസി ലോകത്തിന് ചെയ്യുന്ന വലിയൊരു ഉപകാരമാണ്. അയാൾ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഒരിക്കലും ഇടപെടാൻ പോകുന്നു. മറ്റുള്ളവർ ഒരിക്കലും അയാളെ കെയർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അയാൾക്ക് മറ്റുള്ളവരുടെ സമയം വേണ്ട. ഇനി എങ്ങാനും അയാൾക്ക് സമയം ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അവനവന് ബുദ്ധിമുട്ടില്ലാണ്ട് മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടില്ലാതിരിക്കുന്നതാണ് ഒരു സന്യാസിയുടെ ജീവിതം എന്ന് കാണാം. ഈ രീതിയിൽ ജീവിതത്തിനെ 4 ഘട്ടങ്ങളാക്കി ഏകദേശം പ്രായത്തിനനുസരിച്ച് നമുക്ക് പറയാവുന്ന രീതിയിൽ നമ്മുടെ പൂർവ്വികർ വിഭജിച്ചിരുന്നു. അങ്ങനെയാണ് 4 ആശ്രമങ്ങൾ വന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ എടുക്കാം? നമ്മൾ ഇന്ന് ജീവിതത്തിൽ ഒറ്റയ്ക്കാണോ, അതൊരു കുടുംബമായിട്ടാണോ, ഒരു പ്രായം കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടി ശാരീരികമായിട്ട് ക്ഷീണിച്ചിട്ടൊക്കെ ഇരിക്കുന്ന അവസ്ഥയാണോ? ഇതനുസരിച്ച് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുന്നതും കൂടെ ഏതിന്റെ ഭാഗമായിട്ട് വരും? പുരുഷാർത്ഥങ്ങളിലെ ആദ്യത്തേതായ ധർമ്മത്തിന്റെ ഭാഗമായിട്ട് വരും. അപ്പൊ നമ്മൾക്ക് മൊത്തത്തിൽ ധർമ്മം എന്നുള്ളത് എന്തൊക്കെ നോക്കി? ഒരു മനുഷ്യനാവുമ്പോൾ സാമാന്യമായിട്ട് വേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു. സത്യസന്ധതയുടെ അതിന് ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. രണ്ടാമത്തത് മനുഷ്യന്റെ കഴിവും സ്വഭാവം അനുസരിച്ച് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു. വർണ്ണധർമ്മങ്ങൾ അതനുസരിച്ച് ആണെന്ന് പറഞ്ഞു. ഇന്ന് മൊത്തം അങ്ങനെ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നാൽ നമുക്ക് ഇന്ന് മാക്സിമം എങ്ങനെ നോക്കാം എന്നുള്ളതും പറഞ്ഞു, പഠിക്കുമ്പോഴും ജോലി ചെയ്യുന്ന സമയത്തും ഒക്കെ. പിന്നെ സ്ത്രീ പുരുഷ ധർമ്മങ്ങൾ ആ രീതിയിലാണ് പറഞ്ഞിരുന്നത് എന്ന് പറഞ്ഞു. ഇപ്പൊ അത് ആശ്രമധർമ്മങ്ങൾ ജീവിതത്തിലെ കാലഘട്ടങ്ങൾക്ക് അനുസരിച്ച് പ്രായത്തിനനുസരിച്ച് നമ്മൾ ഏത് പൊസിഷനിൽ നിൽക്കണോ എന്നുള്ളതിനനുസരിച്ച് ചെയ്യുന്നതൊക്കെ പറഞ്ഞു. പിന്നെ ഇപ്പൊ പൊതുവായിട്ട് നമുക്ക് നമ്മുടെ ജോലി സ്ഥലങ്ങളിലായാലും അവിടെ ഇവിടേക്കായാലും പാലിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ചെയ്തു പോകുന്നത് ധർമ്മത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് പറയാം. എന്തിനാണ് നമ്മൾ ധർമ്മം ആചരിക്കുന്നത്? നമുക്കും നല്ലതാണ്, നമ്മളൊരു സമൂഹത്തിൽ നിൽക്കുമ്പോൾ മറ്റുള്ളവർക്കും കുറച്ചൊരു ഡിസിപ്ലിൻ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. തോന്നിയ പോലെ ജീവിക്കാൻ, ഒരു വീട്ടിൽ എല്ലാവർക്കും തോന്നിയ പോലെ ജീവിക്കാൻ പറ്റുമോ? ഇവിടെ അങ്ങനെയാണോ? ചില ആൾക്കാർ അങ്ങനെയല്ലേ? എന്നിട്ട് നമ്മൾ പറയും ചെയ്യും, നിന്റെ താളത്തിനനുസരിച്ച് വീട്ടിൽ എല്ലാവരും കൊള്ളാനൊന്നും കിട്ടില്ല നമ്മൾ ചിലപ്പോൾ പറയും. അങ്ങനെ ഒരാളുടെ താളത്തിനനുസരിച്ച് എല്ലാവരും
ബുദ്ധിമുട്ടാണ്. അങ്ങനെയല്ലാണ്ട് എല്ലാവർക്കും ഒരിക്കലും അച്ചടക്കം ഉണ്ടാവുക, അവർ ഡിസിപ്ലിൻ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ ധർമ്മം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ആദ്യത്തെ പുരുഷാർത്ഥമായിട്ട് പറഞ്ഞു തരുന്നത്. നമുക്ക് അവസാനം നമ്മൾ നോക്കാം. അടുത്ത രണ്ടെണ്ണം ഏതൊക്കെയാ? ഒന്ന് അർത്ഥം. അർത്ഥം എന്നുള്ളതുകൊണ്ട് സമ്പാദിക്കലാണെന്ന് പറഞ്ഞു. ഈ സമ്പാദിക്കുമ്പോൾ ഒരു വലിയ കുഴപ്പം നമുക്ക് പറ്റിപ്പോകുന്നുണ്ട്. എന്താണ്? ആവശ്യത്തിനാണോ സമ്പാദിക്കുന്നത് എന്നുള്ളത് വലിയ സംശയം. പകരം നമ്മൾ ആവശ്യത്തിലധികം ചിലപ്പോൾ സമ്പാദിച്ചു വെക്കുന്നു. ആ സമ്പാദിച്ചു വെക്കുന്നത് കൊണ്ട് എന്താ ചെയ്യേണ്ടത് എന്ന് അറിയാതെ നമ്മൾ എന്തൊക്കെയോ കാണിച്ചു. കുറേ വസ്ത്രങ്ങൾ എടുത്ത് വയ്ക്കുന്നില്ലേ? എല്ലാം ഉണ്ടാകുന്നത്. കുറെ ആഭരണങ്ങൾ കയ്യില്ലേ? എല്ലാം ചെയ്യാറുണ്ടാവും. കുറെ ഭക്ഷണം ഉണ്ടാക്കുന്നില്ലേ? എല്ലാം കഴിക്കാറുണ്ടാവും. വീട്ടിൽ കുറെ സാധനങ്ങളില്ലേ? എല്ലാം ഉപയോഗിക്കാറുണ്ടാവും. ചിലതൊക്കെ അവസാനം ഉപയോഗം ഇല്ലാണ്ട് നശിപ്പിച്ച് കളയുന്നുണ്ട് നമ്മൾ. ചിലത് കൂടുതലായിട്ട് കയ്യിലുള്ളത് ഒരു കുഴപ്പമായിട്ട് മാറാറുണ്ട്. അറിയുന്നില്ല ആവശ്യമുള്ളത് എന്താണെന്നും അനാവശ്യമായത് ഏതാണെന്നും. അർത്ഥം എന്ന് പറയുന്നത് ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ നന്നായി സമ്പാദിച്ച് നന്നാവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ശേഖരിച്ച് വെച്ച് പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ കാശിന്റെ രൂപത്തിലാണെങ്കിലും മറ്റു വസ്തുക്കളുടെ രൂപത്തിലാണെങ്കിലും അർത്ഥം എന്നുള്ള പുരുഷാർത്ഥത്തിൽ ആ പ്രത്യേകത നമ്മൾ നല്ലോണം ഒന്ന് നോക്കേണ്ടതാണ്. അപ്പൊ ഭാഗവതത്തിലൊക്കെ അവസാനം പറയുന്ന ഒരു കഥയുണ്ട്. ആർക്കും കൊടുക്കാണ്ട് ഒരാൾ ധാരാളം സമ്പത്ത് ഉണ്ടാക്കി വെച്ചിട്ട് അവസാനം അയാളുടെ ബന്ധുക്കളും രാജാവിന്റെ ആൾക്കാരും കള്ളന്മാരും ഒക്കെ വന്നിട്ടൊക്കെ എടുത്തുകൊണ്ട് പോയി നോക്കുക. എല്ലാം കഴിഞ്ഞൊന്നും ഇല്ലാണ്ടായപ്പോൾ അയാൾ തന്നെ ലോകത്തിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിങ്ങൾ പണത്തിന്റെ പിന്നാലെ അധികം പോകരുത്. കാരണം പണം ഉണ്ടാക്കാൻ കഷ്ടമാണ്, ഉണ്ടാക്കിയത് എടുത്തു വെക്കാൻ കഷ്ടമാണ്, അത് കൂട്ടി കൂട്ടി കൊണ്ടുവരാൻ കഷ്ടമാണ്, അവസാനം ഇതെല്ലാം നഷ്ടപ്പെട്ട് പോവാതിരിക്കാൻ ശ്രമിക്കുന്നത് കഷ്ടമാണ്. ഇതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടുണ്ടാവുന്ന വൈര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ധാരാളം ഉണ്ട്, ശ്രദ്ധിക്കണം എന്ന് അദ്ദേഹം നല്ലതുപോലെ പറഞ്ഞിരിക്കുന്നത്. ഒരു മനുഷ്യന്റെ സ്വഭാവം അവരാക്കാൻ അർത്ഥം ധാരാളമാണ്. അത് സ്വർണത്തിന്റെ രൂപത്തിലും പണത്തിന്റെ രൂപത്തിലും ഭൂമിയുടെ രൂപത്തിലും ഒക്കെ ഇന്ന് നമുക്ക് നല്ലോണം കാണാവുന്നതുമാണ്. ആവശ്യത്തിനായിരിക്കണം നമുക്ക് അർത്ഥം. നമ്മുടെ ജീവിതം സുഖമാവാനുള്ള കാര്യങ്ങളാണ് അർത്ഥം കൊണ്ട് വേണ്ടത് എന്ന് പറയാം. ചില സങ്കല്പങ്ങൾ അനുസരിച്ച് എല്ലാത്തിനും മൂലം അർത്ഥമാണെന്ന് പറയുന്നത്. ചാണക്യന്റെ അർത്ഥശാസ്ത്രമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ ധർമ്മം ആചരിക്കാൻ പോലും നമുക്ക് എന്ത് വേണം? അർത്ഥം വേണം എന്ന് പറയുന്നത്. നേരെ മറിച്ച് മറ്റു ചില സങ്കല്പങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അർത്ഥത്തിനും കാമത്തിനും ഒക്കെ മൂലം ധർമ്മമാണ് എന്ന് പറയുന്നത്. നമുക്ക് അതിൽ നിന്ന് യുക്തിയുക്തമായിട്ട് നോക്കിയെടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. നമുക്ക് മിനിമം സമ്പത്തിൽ ഇല്ലാതിരിക്കാൻ ഒരിക്കലും പറ്റില്ല. ഇന്നത്തെ കാലത്ത് ജീവിക്കുന്നു. പക്ഷെ അത് ഓവറായി അതുമൂലം പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ നോക്കണ്ടേ? ജീവിതത്തിൽ നന്നായി പോവാനാണ് നമ്മൾ സമ്പത്ത് ഉണ്ടാക്കി വെക്കുന്നത്. എന്നിട്ട് ആ സമ്പത്തോട് നമുക്ക് പ്രശ്നങ്ങൾ വരാമെന്നുള്ള പ്രശ്നങ്ങൾ അതല്ലാണ്ട് പ്രശ്നങ്ങളില്ല. ഈ സമ്പത്തിന്റെ പേരിൽ പ്രശ്നങ്ങൾ വരുന്നത് നമുക്ക് ഒഴിവാക്കാൻ കഴിവതും ശ്രദ്ധിച്ചാൽ നല്ലതാണ്. സമ്പത്തിനോടുള്ള ആർത്തി കാരണം ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾ, അഴിമതി കളിക്കുന്ന ആൾക്കാരെ കാണാനില്ലേ? കൃത്രിമം കാണിച്ച് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരെ കാണാനില്ലേ? അവരൊക്കെ അവസാനം പിടിക്കപ്പെട്ട് അവരുടെ കയ്യിൽ നിന്നൊക്കെ സ്ഥലത്ത് പോകുന്നത് കാണാനില്ലേ? ഇതൊക്കെ ഓർത്ത് വയ്ക്കുന്നതാണ്. ഭാഗവതത്തിൽ തന്നെ നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള അമൃതമാധവൻ എന്നുള്ള കഥയില് ലക്ഷ്മി എന്നൊക്കെ എല്ലാവരും ലക്ഷ്മിയുടെ പിന്നാലെ പോയിരുന്നവരാണ്. കാരണം സമ്പത്തിനോടുള്ള ആർത്തി ആർക്കും ഇല്ലാണ്ടാവില്ല എന്ന് പറയുന്നത്. അത് നമ്മൾ ആർത്തി മാറ്റി വെച്ചിട്ട് ആവശ്യത്തിന് സമ്പാദിക്കുക, അധ്വാനിച്ച് സമ്പാദിക്കുക, അതിലൂടെ ജീവിതത്തിൽ വേണ്ട കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ളതായിരിക്കുന്ന ഉദ്ദേശം എന്നുള്ളത് മറക്കാതിരിക്കണം. അല്ലെങ്കിൽ അത് വലിയ പ്രശ്നമായിട്ട് മാറും. അർത്ഥം എന്നുള്ള പുരുഷാർത്ഥം ആ രീതിയിൽ ഓർത്തു വയ്ക്കുക. അതിനുവേണ്ടി മാത്രമാണോ ജീവിക്കണേ? അല്ല. ജീവിക്കാനാണോ സമ്പാദിക്കണേ, അതോ സമ്പാദിക്കാനാണോ ജീവിക്കുന്നത് എന്നുള്ളത് വലിയ ചോദ്യം. ചിലരുടെ ജീവിതം എങ്ങനെയായി തോന്നുന്നത്? സമ്പാദിക്കാൻ വേണ്ടി ജീവിക്കുന്നതിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ജീവിക്കാൻ മറന്നുപോയി എന്ന് പറയുന്നതായിട്ട് കാണാം. അതൊന്നും ഓർത്ത് വയ്ക്കണം എന്നുള്ളതാണ്. മൂന്നാമത്തെ പുരുഷാർത്ഥാണ് കാമം. നമുക്ക് നല്ല ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം, വസ്ത്രങ്ങൾ അണിയണം, ഇണചേർന്ന് ജീവിക്കണം. എത്രയോ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും മനുഷ്യന് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഉണ്ട്. പക്ഷെ ആ ആഗ്രഹങ്ങളുടെ ഏതെങ്കിലും പിന്നാലെ പോയിട്ട് നമ്മുടെ ജീവിതം മുഴുവൻ നശിക്കാനുള്ളതാവില്ലല്ലോ നമുക്ക് ഒരു ഉദ്ദേശം അല്ല. ജീവിതം ഏറ്റവും സുഖകരമാക്കാനും സന്തോഷമാക്കാനും നമുക്കുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണോ അത് സജ്ജീകരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. ഇത് പറഞ്ഞു തരുന്ന പൂർവികർ തന്നെ നമ്മുടെ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരാഗ്രഹത്തിൽ നിന്ന് അടുത്ത ആഗ്രഹവും അതിൽ നിന്ന് അടുത്ത ആഗ്രഹമായിട്ട് ഇങ്ങനെ പോകാന്നല്ലാണ്ട് കുറെ കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരു കൺട്രോളും കിട്ടാണ്ടേ ആവും എന്ന് പറയാനായിട്ട് കാണാം. പൂങ്കാനൊക്കെ പറയില്ലേ, എണ്ണി എണ്ണി കുറയുന്ന ആയുസ്സും മണ്ടി മണ്ടി കരയുന്നു മോഹം.
കുറ്റം പറയല്ല കേട്ടോ. എന്നാലും അത് നിങ്ങളുടെ ജില്ലത്തെ ആൾക്കാണ് 90 കഴിഞ്ഞിട്ട് എന്തോ തോന്നിയത് എന്നാണ് നമ്മൾ പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ളത്. കേട്ടിട്ടില്ലേ? എവിടെയൊക്കെയോ നമുക്ക് ആഗ്രഹ സബലീകരണം കുറെ കഴിഞ്ഞാൽ നമ്മുടെ കൈവിട്ട് പോകുന്ന പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് ഓർക്കാം. ഭാഗവതമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണെന്ന് വെച്ചാൽ, ഭാഗവതം തുടങ്ങുമ്പോൾ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണെന്ന് ചോദിക്കുന്ന സന്ദർഭത്തിൽ പറയുന്ന 2 വാക്കുകളുണ്ട്. അതായത് സമ്പത്ത് എന്ന് പറയുന്നത് ആഗ്രഹ സബലീകരണത്തിന് വേണ്ടി മാത്രമല്ല, ആഗ്രഹ സബലീകരണം എന്ന് പറയുന്നത് എന്നും കണ്ണിനെയും കാതിനെയും നാവിനെയൊക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ മാക്സിമം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമല്ല എന്ന് സൂചിപ്പിക്കുന്നതായിട്ട് കാണാം. അതായത് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങൾ പറ്റുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ സുഖമാവാൻ വേണ്ടി മാക്സിമം സമ്പത്ത് വയ്ക്കും. ഈ സുഖമാവാൻ എന്ന് പറയുന്നത് എന്തെങ്കിലും നിൽക്കുമോ? നിൽക്കില്ല. നമ്മുടെ ആഗ്രഹങ്ങൾ തീരുമോ? തീരില്ല. എത്ര കണ്ടാലും മതിയാവില്ല, എത്ര കേട്ടാലും മതിയാവില്ല, എത്ര രുചിയുടെ പിന്നാലെ പോയാലും മതിയാവില്ല എന്ന് കാണാം. പക്ഷെ ഇതൊക്കെ നമ്മളെ നാളെ കുറെ കുഴപ്പങ്ങളിലേക്ക് എത്തിക്കേണ്ടത് എന്നുള്ളത് ഓർക്കണം എന്നാണ് നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. ഏറ്റവും മിനിമം ഒരു ഉദാഹരണം ആലോചിച്ചാണ്. രുചിയുടെ പിന്നാലെ പോയിട്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല. എന്ത് പ്രശ്നം ഉണ്ടാവുന്നത്? 2 ദിവസം രുചിയുടെ പിന്നാലെ പോയാൽ പിന്നെ 4 ദിവസം പ്രത്യേകിച്ച് ഒരു രുചി ചിലപ്പോൾ ഉണ്ടാവുന്നുണ്ട്. ചെറിയൊരു ഉദാഹരണം. നമ്മുടെ ആഗ്രഹത്തിന്റെ പിന്നാലെ പോയിട്ട് സകല തരത്തിലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളിലേക്ക്, രോഗങ്ങളിലേക്ക് എത്തിക്കുന്നത് നമുക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ആഗ്രഹ സബലീകരണം ഒരിക്കലും ജീവിതത്തിൽ വയ്യാണ്ട് കിടക്കാൻ വേണ്ടിയിട്ടാവില്ലല്ലോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അഡിക്ഷൻസ് ഉണ്ടാവും നമുക്ക്. കണ്ണുകൊണ്ട് ചിലത് കാണുന്നതിനോട് അഡിക്ഷൻ, കാണുകൊണ്ട് ചിലത് കേൾക്കുന്നതിനോട് അഡിക്ഷൻ, ചില രുചികളോട് അഡിക്ഷൻ. അത്തരത്തിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്തുന്ന എന്തെങ്കിലും ഇതിനോട് അഡിക്ഷൻ വരാതിരിക്കലും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അത് വന്നു കഴിഞ്ഞ് കാമം എന്നുള്ള പുരുഷാർത്ഥം അപകടമായിട്ട് മൊത്തത്തിൽ നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുകയുള്ളൂ എന്നുള്ളത് കാണാം. സ്ത്രീ പുരുഷന്മാരൊക്കെ തമ്മിൽ തോന്നുന്ന ആഗ്രഹം, തമ്മിൽ തോന്നുന്ന ആഗ്രഹം അത് വേണ്ട പോലെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആൾക്കാർ എത്രയൊക്കെ വലിയ കുഴപ്പങ്ങളിലേക്ക് എത്തുന്നത് ഇന്നും നമ്മൾ ധാരാളം വാർത്തകളിൽ കേൾക്കുന്നത്. അത് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എത്രയോ പ്രശ്നങ്ങളിലേക്ക് ആൾക്കാർ എത്തുന്നുണ്ട്. ഒരു നിമിഷം അവരുടെ മനസ്സ് കൈവിട്ട് പോകുമ്പോൾ കുറെ കാലങ്ങളായിട്ട് അവരുടെ ശീലങ്ങൾ അങ്ങനെ തന്നെ ആയതുകൊണ്ട് പിന്നെ അവർക്ക് പിടിച്ചാൽ കിട്ടാതെയായി. ഒരു നോട്ടം, ഒരു വാക്ക്, എന്തെങ്കിലും ഒരു ചേഷ്ട, അതിലൂടെ ഒക്കെ എത്രയോ പ്രശ്നങ്ങളിലേക്ക് അത് നമ്മളെ കൊണ്ടെത്തിക്കുന്നുണ്ടെന്ന് ധാരാളം കാണാം. പ്രത്യേകിച്ച് ഇന്നത്തെ സോഷ്യൽ മീഡിയ കാലഘട്ടത്തില് എളുപ്പം കഴിയും നമ്മുടെ മനസ്സ് കൈവിട്ട് പോയിട്ട് വെറുതെ നമ്മൾ പ്രശ്നങ്ങളിലേക്ക് എത്താനും എല്ലാവരും മുന്നിൽ അപമാനിതനാവാനും ഒക്കെ ധാരാളം അവസരങ്ങൾ ഉണ്ടാവുന്ന കാണാം. അവിടെയൊക്കെ കാമം എന്നുള്ള പുരുഷാർത്ഥം നന്നായി കൊണ്ടു നടക്കാൻ പോയിട്ട് അപകടമാവുന്ന അവസ്ഥകളാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ കൂടുതൽ ഒന്നും വേണ്ടാന്ന് പറഞ്ഞില്ല. നമ്മൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണം കൂടെ നമ്മൾ കണ്ടെത്തിയതാണോ? ആണോ? എത്ര രുചികരമായിട്ടുള്ള വിഭവമാണ് നമ്മുടെ കൂടുതൽ ഉണ്ടാക്കി വെച്ചിരുന്നത്. ഞാൻ പറയുന്നോണ്ടൊന്നും തോന്നിയിട്ടില്ല. നമ്മൾ ഈ അമ്പലങ്ങളിൽ കഴിക്കുന്ന വഴിപാടൊക്കെ എത്ര ടേസ്റ്റുള്ള സാധനങ്ങളാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഉണ്ടോ? നമ്മുടെ പൂർവികർ നല്ലോണം രുചിയുള്ള വിഭവങ്ങളാണ് എന്തിനു വേണ്ടി സമർപ്പിക്കാൻ തീരുമാനിച്ചിരുന്നത്? വഴിപാടായിട്ട്. കാരണം അത് വഴിപാടായിട്ട് സമർപ്പിച്ചിട്ട് ആരെങ്കിലും കഴിക്കുന്നത് നമ്മളിങ്ങനെ കഴിക്കുന്നത്. അപ്പൊ അത് നല്ല സങ്കല്പത്തോടു കൂടി കഴിക്കാറാവാൻ വേണ്ടി എത്ര വെറൈറ്റി വിഭവങ്ങളുണ്ട്. ഓരോ ദേവതയ്ക്കും ഓരോ വഴിപാടില്ല, ഓരോ ഇഷ്ടം പോലെ, ഓരോ വ്രതം നോക്കുന്നതിനനുസരിച്ച് ഓരോരോ വിഭവങ്ങൾ ഉണ്ടാക്കണമൊക്കെ നമുക്ക് പറഞ്ഞില്ലേ. ഇതിനൊക്കെ വെറൈറ്റി കാണാം. ആരും ഭക്ഷണം ഉണ്ടാക്കാതിരിക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. കഴിച്ചു തിന്നാനുള്ളതും അലിയിച്ച് തിന്നാനുള്ളതും വെള്ളമായിട്ട് കഴിക്കാനുള്ളതും കട്ടിയായിട്ട് കഴിക്കാനുള്ളതൊക്കെ ഇഷ്ടം പോലെ വിഭവങ്ങൾ നമ്മുടെ ഉള്ളിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതെല്ലാം നമ്മൾ കഴിക്കണം. മധുരം വേണം, എരിവ് വേണം, പുളി വേണം ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ ഏതെങ്കിലും ചെറിയ കൂടിയാൽ നമുക്ക് പലപ്പോഴും അത് കൺട്രോൾ ചെയ്യാൻ പറയുന്നത്. ഇത് നമ്മൾ ഇങ്ങനെ ഒരു ഫാഷൻ കുറെ ഇങ്ങനെ പറഞ്ഞു. എനിക്ക് അങ്ങനെ കുറെ എരിവും വേണം, പുളിയും വേണം. കുറെ കഴിഞ്ഞാൽ പറയാതെ എരിവും വേണ്ട, പുളിയും വേണ്ട. അതൊന്ന് ശ്രദ്ധിച്ചാൽ മാനേജ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഉദ്ദേശം സുഖാവലാണ്, ആസ്വദിക്കലാണ്. പക്ഷെ ഇന്നും ആസ്വദിക്കണം, നാളെയും ആസ്വദിക്കണം. അതാണ് നാളെ മൊത്തം രോഗമായിട്ട് കിടക്കാനുള്ള അവസ്ഥ ആവരുത് എന്നുള്ളത് ഓർക്കുക. കാമം എന്നൊക്കെ പറയുമ്പോൾ ഈ ഭക്ഷണം മാത്രമല്ല, വസ്ത്രങ്ങളുടെ കാര്യം, പലതരത്തിലുള്ള വസ്ത്രങ്ങളൊന്നും കൂടെ. പക്ഷെ അത് കുറെ കുഴപ്പങ്ങളാവാതെ നമ്മളെ കുറെ നഷ്ടങ്ങളിലേക്ക് എത്തിക്കാതെ നോക്കിയാൽ മാത്രം മതി. നന്നായി വീടൊക്കെ വെച്ച് താമസിക്കാൻ പണ്ടുള്ളവർക്കും നല്ല സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു. പണ്ടത്തെ രാജാക്കന്മാരും വലിയ പ്രമാണിമാരും ഒക്കെ നല്ല നല്ല സൗകര്യങ്ങളിൽ കിടന്നിട്ടുണ്ട്. നമ്മളൊന്നും നല്ല സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ നോക്കണമെങ്കിൽ ഉണ്ടാക്കിയ തീരുന്നില്ലല്ലോ. വീട്ടിലെ റൂമൊന്നും ഡിസൈൻ ചെയ്ത് തീരുന്നില്ലല്ലോ. മാസ്റ്റർ ബെഡ്റൂം ഡിസൈൻ ചെയ്ത് തീരുന്നില്ല. പക്ഷെ എവിടെയോ ഒരു ഘട്ടത്തിൽ എത്തുമ്പോൾ അത് നമ്മുടെ പരിധിക്ക് അപ്പുറം പോയിട്ട് അത് നമുക്ക് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. വേണ്ടാന്നല്ല പറയുന്നത്.
നോക്കിയാൽ നല്ല രീതിയിലാക്കായിരുന്നു. ജീവിതത്തിൽ ഇതുപോലെ സുഖമാവാൻ പറഞ്ഞു തരുന്ന പല കാര്യങ്ങളും സുഖമാവാനാവണം, നാളത്തെ ദുഃഖത്തിന് വഴിയൊരുക്കരുത് എന്നത് ഓർക്കണം. കാമമുള്ള പുരുഷാർത്ഥം പറയുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധ വെക്കേണ്ടത് എന്താ വെച്ചാൽ, ആഗ്രഹങ്ങൾ ഒരു നിമിഷം നമ്മൾ ശ്രദ്ധിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവരെ കൂടി ബുദ്ധിമുട്ടിക്കുന്നതായിട്ട് മാറും എന്നത് പ്രത്യേകം ഓർത്തു വെക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് പുരുഷാർത്ഥങ്ങളിൽ മോക്ഷം എന്നുള്ളത് പറയാതിരിക്കുമ്പോൾ പോലും 3 പുരുഷാർത്ഥങ്ങളായിട്ട് സംസാരിച്ച് ധർമ്മം, അർത്ഥം, കാമം എന്ന് പറയുമ്പോഴും ധർമ്മത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാവണം അർത്ഥവും കാമവും എന്ന് എപ്പോഴും പറയാറുണ്ടായിരുന്നു. കാരണം ധാർമ്മികമായിട്ടാവണം അർത്ഥസമ്പാദനം, ധാർമ്മികമായിട്ടാവണം നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കുക. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഒരാൾ മറ്റേ ആൾക്ക് പ്രശ്നങ്ങളുണ്ടാക്കും. ഒരു സമൂഹമായിട്ട് ജീവിക്കുമ്പോൾ നമുക്കത് ഒരിക്കലും അത് കുറേ കുഴപ്പങ്ങൾ ഉണ്ടാകുന്ന ഉറപ്പാണ്. നമ്മളോട് ഒരാൾ ചെയ്താലുള്ള കുഴപ്പം ആലോചിച്ചാൽ മതി. അപ്പൊ നമ്മൾ മറ്റുള്ളവരോട് ചെയ്യാതിരിക്കുകയാണ് നല്ലതെന്ന് നമുക്ക് മനസ്സിലാവും. ധാർമ്മികമായ രീതിയിൽ വേണം. ഇതിനു വേണ്ടി പണ്ടുള്ളവർ വെച്ചിരുന്ന ഈ ഒരു സിസ്റ്റം വളരെ നല്ല സിസ്റ്റം. വിദ്യാർത്ഥി കാലഘട്ടം, ഗൃഹസ്ഥ ജീവിതം, മാനപ്രസ്ഥം, സന്യാസം, ആൾക്കാർ ആഗ്രഹങ്ങൾ അതിനനുസരിച്ച് പാലിച്ച് വേണ്ടതുപോലെ മാനേജ് ചെയ്തൊക്കെ പോകുമ്പോൾ അവരവരും സമൂഹത്തിനും അതുകൊണ്ടൊരു ബാലൻസ് എപ്പോഴും ഉണ്ടാകുമായിരുന്നു. നമുക്ക് ഇന്ന് മൊത്തം മാനേജ് ചെയ്യാനൊന്നും പറ്റില്ല. എന്നാലും ധാർമ്മികമായ രീതിയിൽ മാത്രം അർത്ഥസമ്പാദനവും അതേപോലെ നമ്മുടെ ആഗ്രഹ സബലീകരണവും നടത്താൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും. അതിൽ നിന്ന് നമ്മൾ വിട്ടുതോറും പ്രശ്നമാകുന്നത് ഉറപ്പാണ്. ഇതിന്റെ കൂട്ടത്തിൽ പറയുന്ന ഒന്നാണ്, നമ്മുടെ ഇടയിൽ ഒരു വലിയ സങ്കല്പമായിരുന്നു ധർമ്മം വേണ്ട, അർത്ഥവും കാമവും മാത്രം മതി. നമുക്ക് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നാറില്ല. നമുക്ക് തോന്നുന്നില്ലെങ്കിൽ നമ്മുടെ ഇടയിൽ ആർക്കൊക്കെയോ തോന്നുന്നുണ്ടെന്നുള്ളത് നമ്മൾ നല്ലോണം കേൾക്കണില്ലേ. അതായത് ജീവിതത്തിൽ അവർ ധാർമ്മികമാണെന്ന് ഒരിക്കലും ചിന്തിക്കുന്നില്ല. അവരുടെ ആകെ ലക്ഷ്യം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും അർത്ഥം സമ്പാദിക്കണം. ആ അർത്ഥത്തിലൂടെ എന്ത് വേണം, എന്റെ കാമനകൾ മുഴുവൻ എനിക്ക് നടക്കണം. ഇന്ന് ഭൂരിഭാഗം ആൾക്കാരുടെ ഉള്ളിലും ഇത്തരത്തിലുള്ള സങ്കല്പങ്ങളിലും കിടക്കുന്നത് ആ ഉദ്ദേശത്തിലേ ജീവിതം അടിച്ചുപൊളിക്കും. അതിനെന്ത് വേണം, കുറെ സമ്പത്ത് വേണം, ബാക്കി എല്ലാം അങ്ങനെയാണ്. പഠിക്കണത് എന്തിനാ? ജോലി കിട്ടുന്നത് എന്തിനാ? നല്ല കോഴ്സാണ് പഠിക്കണമെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നല്ല ശമ്പളമുള്ള, നല്ല സ്റ്റാറ്റസ് ഉള്ള ജോലി തരുന്ന കോഴ്സ്. നല്ല ജോലി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നല്ല ശമ്പളമുള്ള. നമ്മൾ ശരിക്കും സത്യം പറഞ്ഞാൽ ധർമ്മത്തിലല്ല നിൽക്കണം. ഏതിലാണ് നിൽക്കുന്നത്? അർത്ഥത്തിലും കാമത്തിലും. അർത്ഥവും കാമവും ജീവിതത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബാക്കിയൊക്കെ ശരിയാണ്. അതിൻ്റെ ഒരു കുഴപ്പമുണ്ട്. അതിൻ്റെ ഒരു കുഴപ്പം നമ്മുടെ ജീവിതത്തിൽ നല്ലോണം കാണും. എങ്ങനെയെങ്കിലും കാശുണ്ടാക്കിയാൽ മതി എന്ന് വിചാരിച്ച് പോയിട്ട് ചെയ്യുന്നതും, എങ്ങനെയെങ്കിലും എനിക്ക് സ്വഭാവ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ച് പോകുന്നതും കുറേ പ്രശ്നങ്ങൾ നമുക്കും ഉണ്ടാക്കും, മറ്റുള്ളവർക്കും ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ്. ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നത്. അത് മിനിമം ധാർമ്മികമായിട്ടാക്കാനെങ്കിലും നമ്മൾ ശ്രമിക്കുന്നത് നല്ലതാണ്. ജോലി ചെയ്യുന്നത് കാശുണ്ടാക്കാൻ എന്നുള്ള സങ്കല്പമൊന്നും മാറ്റിയില്ല. ജോലിയിലൂടെ എന്തും കിട്ടും, കാശും കിട്ടും. പക്ഷെ അത് ചെയ്യുന്നതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നല്ലതാണ്. പഠിക്കണത് വെറുതെ ജോലി കിട്ടാൻ വേണ്ടി മാത്രമൊന്നും നാളെ പറയാൻ പറ്റുള്ളൂ. വേറെ ഒന്നും ആരും പറയുന്നില്ല. ബാക്കിയൊക്കെ നമ്മുടെ ഉള്ളിൽ എങ്ങനെയെങ്കിലും പഠിച്ച് എന്തെങ്കിലും നല്ല ജോലി കിട്ടുന്ന ഒരു കോഴ്സിൽ ചേർന്ന് എങ്ങനെയെങ്കിലും നല്ല ശമ്പളമുള്ള ഒരു ജോലിയിലേക്ക് കയറി, ഇത് മാത്രമാണ് ഇല്ലാത്തത്. ഓരോ കോഴ്സ് പഠിക്കണമെന്ന് പറഞ്ഞാൽ തന്നെ ആൾക്കാർ ചോദിക്കാതെ ഇതുകൊണ്ട് എന്തെങ്കിലും കിട്ടുക, ഇതുകൊണ്ട് പോലെ മാർക്കറ്റും ഉണ്ടോ, നല്ല ശമ്പളമൊക്കെ ഉണ്ടാവും, ഇവിടെ വല്ല സ്കോപ്പും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാക്കിയാണല്ല. പക്ഷേ അധാർമികമായി പോവാതിരിക്കാനെങ്കിലും ശ്രദ്ധിച്ചാൽ നല്ലതാണ്. ധർമ്മത്തിലൂടെ ആവണം അർത്ഥവും കാണണം. നമ്മുടെ പൂർവികരില് ചാർവാകന്മാരെ എന്ന് പറഞ്ഞ കുറച്ച് പേരുണ്ടായിരുന്നു. അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കാമമാണ്. കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ. അവസാന കാലം വരെ എന്തൊക്കെ മോഹമുണ്ടോന്ന് മുഴുവൻ ചെയ്യും. അവരൊരു അച്ചടക്കവും വേണ്ടാന്ന് പറയുന്നത്. നാളെ ലോകം വരുന്ന വെച്ചിട്ട് ഇന്ന് കഴിക്കാണ്ടിരിക്കുന്നത് നല്ല പോലെ തന്നെ. നാളെ ലോകം വരുന്ന വിചാരിച്ചിട്ട് ഇന്ന് കഴിക്കാണ്ടിരിക്കുക. കൊളസ്ട്രോളും പ്രഷറും സുഹൃത്തുക്കളൊക്കെ എന്തെങ്കിലും ഒരു രുചിക്ക് ഇന്നൊക്കെ വേണ്ടെന്ന് വിചാരിച്ചു. എന്നിട്ട് അവരിങ്ങനെ പറയാ, നാളത്തെ പ്രശ്നം ആലോചിച്ച് ഇന്നത്തെ സുഖം വേണ്ടാന്ന് വെക്കുന്നത് മണ്ടന്മാരാണ്.
മനസ്സിലായോ? നാളെ എന്തോ വലിയ സുഖം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഉണ്ടാവുന്നതൊക്കെ കുറച്ച് അടങ്ങി ഒതുക്കി അല്ലെങ്കിൽ അടക്കി ഒതുക്കി നിയമത്തിനെ സഹിച്ച് വിളിച്ച് ജീവിക്കുന്ന ആൾക്കാർ മണ്ടന്മാരാണെന്നാണ് പറയുന്നത്. അവർ പറയാ അപ്പുറത്ത് ഇരിക്കുന്ന ഏതോ കുറ്റിക്കാട്ടിനുള്ളിൽ എന്തോ വലുത് കിട്ടാൻ പോകുന്നുണ്ടെന്ന് വിചാരിച്ച് 4 എണ്ണം കിട്ടുമെന്ന് വിചാരിച്ച് കയ്യിലുള്ള 2 കളയണത് മണ്ടന്മാരാണ്. നാളെ 100 കിട്ടുമെന്ന് വിചാരിച്ച് ഇന്ന് കയ്യിലുള്ള 10 കളയാൻ പോണ്ട എന്നാണ് അവർ പറയുക. അവരുടെ ഒരു സങ്കല്പം എന്താണെന്ന് ചോദിച്ചാൽ കട എടുത്തിട്ട് ആയാലും വേണ്ടില്ല, നാളെ എന്താണെന്നുള്ളത് ആലോചിക്കുന്നുണ്ടാവും, സുഖമായിട്ട് ജീവിക്കും. ഞങ്ങൾ പറഞ്ഞവരുണ്ടായിരുന്നു. കേട്ടാ കൃഷ്ണനൊന്നില്ലേ? ഇല്ലേ? 10 മിനിറ്റ് കൂടി ഉൾപ്പെടുന്നു. അർത്ഥവും കാമവും മാത്രമാണ് ജീവിതത്തിൽ നല്ലതെന്ന് പറഞ്ഞ കൃഷ്ണൻ തോന്നില്ലേ? ഒന്നും നോക്കേണ്ടതില്ല. ഒരു ധർമ്മം വേണ്ട, ഒരു പുസ്തകവും വായിക്കേണ്ടാവും, ഒരു പുണ്യമില്ല, പാപമില്ല, ശരിയില്ല, തെറ്റുമില്ല, ഒന്നുമില്ല. നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം നമുക്ക് സുഖമാണ്. അതിന് എനിക്ക് തോന്നുന്ന കാര്യമൊക്കെ ഞാൻ ചെയ്യും. അതിന് വേണ്ട കാശിനുള്ളിൽ ഞാൻ ഉണ്ടാക്കും. പക്ഷെ ഇത് കുറേ കുഴപ്പങ്ങളുണ്ട്. അങ്ങനെ പോണവരൊക്കെ അവരവർക്കും നാശം എത്തിയിട്ടുണ്ട്, മറ്റുള്ളവർക്കും നാശം എത്തിയിട്ടുണ്ട്. ഈ കഥകളിൽ കേൾക്കുന്ന ഒരുവിധം രാക്ഷസന്മാരൊക്കെ അങ്ങനത്തെ സ്വഭാവക്കാരാണ്. അങ്ങനെ ആവരുത് നമ്മളൊക്കെ പറഞ്ഞു തരികയാണ്. രാവണനെ ഓർമ്മയില്ലേ? ഇത് ഓർമ്മയിലാണ് നമുക്ക് പരിചയമില്ല. അങ്ങനെയല്ല, കേട്ടിട്ടില്ലേ? എന്താ എന്താ പ്രത്യേകത? എത്ര തലമുണ്ടായിരുന്നു? ഇന്ന് ആൾക്കാർ രാവണന് ക്യാൻസർ ദോഷമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പണ്ടത്തെ പോലെയൊന്നുമല്ല. പണ്ടത്തേക്കാ ക്യാൻസർ പണ്ട് രാവണന്. ഇതിന്റെ പേരിൽ ക്യാൻസർ ആയത് ചോദിച്ചു കഴിഞ്ഞാൽ സീതയെ അവർ കൊണ്ടുപോയിട്ടും സീതയുടെ പുതിയ ഭാഷയിൽ വന്ന കൺസെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന മഹാനാണ്. അല്ലെങ്കിൽ രാവണന് വേണ്ടി ക്യാൻസർ അസോസിയേഷൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് സീതയെ സംശയിച്ച് ഉപേക്ഷിച്ച രാമനേക്കാൾ കൺസെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത രാവണൻ. നമുക്ക് ആകെ രാമായണം അറിയുന്നത് പുസ്തകം വായിച്ചിട്ടാണ്. ആ പുസ്തകത്തിൽ പറയുന്ന രാവണൻ ഇങ്ങനെയാണ് ബൈബിൾ നോക്കണ്ടേ? അങ്ങനെയാണ് നമ്മൾ രാവണനെ നമ്മുടെ ശക്തിയായിട്ട് കൊടുക്കുക. ഈ അധ്യാത്മ രാമായണം വാൽമീകി രാമായണം തമ്മിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട്. അധ്യാത്മ രാമായണം കുറെ ആധ്യാത്മിക കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് രാമന്റെ സീതയും കഥ ഉപയോഗിച്ച് കഥപ്പിച്ചെടുത്തതാണ്. അതിൽ അവിടെ ഇവിടെയൊക്കെ രാവണനും ഈശ്വരന്റെ അടുത്തേക്ക് എത്താൻ നോക്കുമായിരുന്നു എന്നൊക്കെ പറയുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ മൊത്തം രാവണനെ ഇങ്ങനെ ഇന്നത്തെ ഭാഷ വൈഭാഷയാന്ന് വിളിക്കുക. നമ്മൾ വാൽമീകി രാമായണത്തിലെ രാവണനെ പോയി കാണില്ല. എന്താ ആലോചിക്കുന്നത്? സീതയെ ഇങ്ങനെ കിഡ്നാപ്പ് ചെയ്യാൻ പോകുന്ന സമയത്ത് സീത പേടിച്ചിരിക്കുമ്പോൾ രാവണൻ പറയും, ഇനി പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ ഇതുപോലെ ഇഷ്ടം പോലെ ആൾക്കാരെ ഇതിന് മുമ്പിൽ കിഡ്നാപ്പ് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളതാണ്. പക്ഷെ നീ പേടിക്കണ്ട, ഇനി മുതൽ ഞാൻ കിഡ്നാപ്പ് ചെയ്തതിന്റെ ഫസ്റ്റ് പൈസ ആൾക്ക് തരാം, എനിക്ക് തരാം. ഈ പറഞ്ഞ രാവണന്റെ ക്യാൻസർ കേട്ടിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഒരു സ്ത്രീയെ സമ്മതമില്ലാണ്ട് സ്പർശിച്ചു കഴിഞ്ഞാൽ ജീവിതം മൊത്തം പോകുന്നതുകൊണ്ട് മാത്രമാണ് ചെയ്യുന്നത്. രാവണൻ കാരണം എന്നെ മുഴുവൻ നശിപ്പിക്കുക. ഭാഗവതത്തിലൊക്കെ രാമായണം പറയുമ്പോൾ എന്താ പറയുന്നത്? കാര്യം മുഴുവൻ കഷ്ടം വരുന്നത്. നീ നിങ്ങൾക്ക് ഒറ്റ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെയും കൂടെ വിട്ടുകൊടുത്തു. അവനവന്റെ കയ്യിൽ ഉള്ളതൊന്നും പോരാണ്ട് അധാർമികമായ രീതിയിൽ ഒരു സീതയെ കൂടി കിട്ടണമെന്ന് ചിന്തിച്ചിട്ടാണ് രാവണനെ പറ്റി ഏറ്റവും വലിയ അബദ്ധം. അർത്ഥത്തിന്റെയും കാലത്തിന്റെയും പിന്നാലെ അധാർമികമായിട്ട് പോകുന്നവരൊക്കെ നശിച്ചിട്ടുള്ളൂ. എത്രയോ പേരെ നമുക്ക് അങ്ങനെ കാണാം. അങ്ങനെ ആവരുത് എന്നാണ് നമ്മുടെ കുട്ടികൾക്ക് പറയാനുള്ളത്. ചാർവാകന്മാരെ ആരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ജീവിതത്തിൽ സുഖം മാത്രം നോക്കിയാൽ മതി, വേറെ ഒന്നും നോക്കണ്ടെന്ന് പറയുന്ന ആൾക്കാർ. കാരണം അങ്ങനെ പറഞ്ഞു ഒരു നിയമവും ഇല്ലാത്ത, ഒരു അക്ഷരത്തും ഇല്ലാത്ത ആൾക്കാരായിട്ട് മാറും എന്നതാണ്. നമുക്ക് അവസാനത്തെ പുരുഷാർത്ഥമായിട്ട് ബാക്കിയുള്ളവരുണ്ടാ മോക്ഷം വേണം എപ്പോഴെങ്കിലും തോന്നിയില്ല. ഇല്ലാത്തതോടെ അതിനെപ്പറ്റി പറയണ്ടെന്ന് പറയാറ്. മോക്ഷം വേണം എപ്പോഴെങ്കിലും തോന്നിയില്ല. 10 മിനിറ്റ് സമയം 9 മിനിറ്റ് കൊണ്ട് തീർന്നു. മോക്ഷം വേണം തോന്നിയോ? പിന്നെ മോക്ഷം വേണ്ടാന്ന് പറഞ്ഞു വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോണ ആഗ്രഹം പറയാനൊന്നും തോന്നില്ല. നമുക്ക് മോക്ഷം വേണം എപ്പോഴെങ്കിലും തോന്നിയോ? ഇല്ലേ. എന്താ കാരണം ചോദിച്ചാൽ നമുക്ക് ഒന്നാമത് മോക്ഷം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്നത് മനസ്സിലായിട്ടില്ല. രണ്ടാമത് അത് മനസ്സിലായാൽ പോലും പറ്റുമെന്ന് തോന്നിയിട്ടില്ല. മൂന്നാമത് അതുകൊണ്ട് അതിനുവേണ്ടി ശ്രമിക്കാനും. നമ്മൾ നേരത്തെ പറഞ്ഞത് ഓർക്കാം, മോക്ഷം എന്ന് പറഞ്ഞാൽ എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും മോചിതനാവലാണ്.
ഓരോ നിമിഷവും ഇവിടെ ഫ്രീ ആയി ഇരിക്കാൻ പറ്റുന്നതാണ്. ജീവിതം നമ്മളെ ബുദ്ധിമുട്ടിക്കണോ എന്നുള്ള പരിഭവങ്ങൾ ഇല്ലാതിരിക്കാൻ പറ്റുന്നതാണ്. ഈ ജീവിതത്തിൽ പെട്ടുപോയിന്നോ ഈ ജീവിതം ആകെ പ്രശ്നമാണെന്നോ പറയാണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റുന്ന ഏറ്റവും ഫ്രീ ആയിട്ട് ജീവിച്ച ഒരാൾ പറഞ്ഞാട്ടെ കൃഷ്ണനായില്ലേ? കൃഷ്ണനാ ചുറ്റിയത് കൃഷ്ണൻ ഏറ്റവും ഫ്രീ ആയിട്ട് ജീവിച്ചാണോ? എന്താ അതിന്റെ തെളിവ്? ഭാഗവതത്തിൽ കാണുന്ന ഒരു രംഗം, നാരദര് കൃഷ്ണനെ ദ്വാരകയിൽ കാണാൻ പോയത്. അപ്പൊ കാണുന്നത് എന്താ വെച്ചാൽ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ രുക്മിണിയുടെ ഭർത്താവായ കൃഷ്ണൻ, വേറെ സ്ഥലത്ത് ചെന്നപ്പോൾ സത്യഭാമയുടെ ഭർത്താവായ കൃഷ്ണൻ. അതുപോലെ ഓരോ ഭാര്യയുടെയും ഭർത്താവായിട്ട് കൃഷ്ണൻ അവരുടെ ക്യാരക്ടർ അനുസരിച്ച് മുന്നിൽ. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ കുട്ടികളുടെ അച്ഛനായ കൃഷ്ണൻ, ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ പേരക്കുട്ടികളുടെ മുത്തച്ഛനായ കൃഷ്ണൻ, ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ കാര്യങ്ങൾ നോക്കുന്ന മകനായ കൃഷ്ണൻ, ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ബലരാമന്റെ കാര്യങ്ങൾ നോക്കുന്ന അനിയനായ കൃഷ്ണൻ. നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഉദ്ധവന്റെ അർജുനന്റെ ഒക്കെ ഒപ്പം നിൽക്കുന്ന ഫ്രണ്ടായ കൃഷ്ണൻ, ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ സമൂഹത്തിലെ കാര്യങ്ങളിൽ ഇടപെടുന്ന കൃഷ്ണനാണ്, ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ കൃഷ്ണൻ തമാശകൾ കേട്ടിരിക്കും, ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ പാട്ടുകൾ കേട്ടിരിക്കും, ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഡാൻസൊക്കെ കണ്ടിരിക്കും, ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ പുരാണങ്ങളൊക്കെ വായിച്ചിരിക്കും, ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ മറ്റുള്ളവർക്ക് എന്തൊക്കെ ഉപദേശങ്ങൾ കൊടുത്തിരിക്കും. എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. നാരദയ്ക്ക് നോക്കിയിട്ടാണ് മനസ്സിലായത് എല്ലാ റോള് ചെയ്യുമ്പോഴും കൃഷ്ണൻ ഒരു കരി പോലും ടെൻഷൻ എടുത്ത് കാണാൻ പരിഭവമില്ല, പ്രാരബ്ധമാണെന്നുള്ള തോന്നലില്ല, ഭാരമാണെന്ന് പറയുന്നില്ല, സ്ട്രെസ് ഇല്ല, റെസ്റ്റ്ലെസ്നെസ് ഇല്ല, പിന്നെ ഡിസ്റ്റർബൻസ് ഇല്ല, മുഖത്ത് ഒരു കൈ പോലും വോൾട്ടേജ് പോകാറില്ല, എപ്പോഴും ചിരിച്ചു നിൽക്കുക. അങ്ങനെ ജീവിക്കുന്ന ആരെങ്കിലും എന്നുള്ളത് എടുക്കുന്നോ? ഉണ്ടോ? ഇല്ല. അന്നും ആരും കണ്ടിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് കൃഷ്ണനെ കണ്ടപ്പോൾ തോന്നിയത് എന്തോ കുഴപ്പമുണ്ടെന്നായിരുന്നു. എല്ലാവരും അങ്ങനെ പറഞ്ഞില്ല. രുക്മിണിയൊക്കെ പറയുന്നുണ്ട് നാട്ടുകാർക്ക് മനസ്സിലാവാത്തതുകൊണ്ടാ കൃഷ്ണൻ, എനിക്ക് അങ്ങനെ വരെ മനസ്സിലാകുന്ന ഇഷ്ടമായിരുന്ന കൃഷ്ണൻ പറയുന്നത്. ബാക്കിയവർക്ക് മനസ്സിലാവുന്നില്ല. കാരണം എന്താ ചോദിച്ചാൽ നമുക്ക് നമ്മൾ ഈ ഭൂരിഭാഗം ആൾക്കാർക്ക് ഉള്ളത് എന്താണോ അതേ അറിയുള്ളൂ, അതല്ലാത്തത് അറിയില്ല. അയാളെ പറ്റി പറയാറില്ലേ, നമ്മുടെ വീട്ടിൽ കരണ്ട് പോയാൽ എവിടെ നോക്കാം, അവിടെയും കരണ്ട് പോയിട്ട് അറിയുമ്പോൾ സമാധാനമാണ്, സന്തോഷമാണ്. നമുക്ക് ജീവിതത്തിൽ ദേഷ്യം വരുന്നു, പേടി വരുന്നു, ടെൻഷൻ വരുന്നു, സ്ട്രെസ് വരുന്നു. നമ്മൾ അപ്പുറത്താളോട് പറയുമ്പോൾ അയാൾ പറയുന്നു അത്രയും എനിക്ക് അതിലേറെ സ്ട്രെസ് ഉണ്ട്. ശരി, നമ്മൾ ആരും ഇല്ലാത്ത ഒരാളെ കണ്ടിട്ടില്ല. പക്ഷെ അങ്ങനെ പറ്റും എന്നാണ് ആര് പറഞ്ഞു തരുന്നത്? ഈ കൃഷ്ണനോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണനെ നമുക്ക് അങ്ങനെയല്ലോ പരിചയം ആണോ? വലുതായ കൃഷ്ണനാവും പറഞ്ഞാൽ നമ്മളെന്താ വിചാരിക്കുക? അയാൾ കൃഷ്ണനാന്ന് പറഞ്ഞാൽ നമ്മളെന്താ വിചാരിക്കുക? പെണ്ണുകളെ പിന്നാലെ നടന്നാലും പെണ്ണുകൾ പിന്നാലെ നടക്കണം. താമരങ്ങളായിട്ട് അറിയില്ല. ഭാഗവതം പറഞ്ഞു തരുന്നത് ജീവിതത്തിൽ ചെയ്യാനുള്ള എല്ലാ റോളുകളും ഒരു തരി ടെൻഷനും ഇല്ലാതെ ഫുൾ ടൈം ചിരിച്ച് ഇത് ചെയ്ത കൃഷ്ണനാണ്. നമുക്ക് അത്ര റോളൊന്നും ചെയ്യോ? നമ്മളൊരു മകനോ സഹോദരനോ ഭർത്താവോ അച്ഛനോ ഒരു മകളോ സഹോദരിയോ ഭാര്യയോ അമ്മയോ ചിലപ്പോൾ ഒരു ഉദ്യോഗസ്ഥനോ ഉദ്യോഗസ്ഥയോ ഈ കണ്ട 4 സാധനങ്ങൾ ചെയ്യാൻ നമ്മൾ എത്ര കഷ്ടപ്പെടുന്നു, എത്ര ടെൻഷൻ, മൊത്തത്തിൽ എത്ര ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഒന്ന് ഉറങ്ങാൻ പറ്റാണ്ട് ഒരു കാര്യം കാരണം മറ്റേതൊരു പ്രശ്നം, അത് കാരണം ഇതൊരു പ്രശ്നം, മൊത്തം കൊണ്ടുപോയിട്ട് അവടാക്കുന്നതാണ്. ആ നമുക്കൊന്നും മോചനമായിട്ട് കിട്ടാൻ പറ്റുന്നില്ല, ഈ മോക്ഷമായി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, മുക്തനായി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. പക്ഷെ ശ്രമിച്ചാൽ സാധിക്കും എന്നാണ് നമ്മുടെ ഉള്ളില് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഒക്കെ ഉള്ളില് ഫ്രീ ആയി പോകുന്ന ഒരു നമ്മളും പറ്റില്ല എന്ന് പണ്ട് നടന്ന് പറഞ്ഞ കുറെ ആൾക്കാരില്ലേ, മരിച്ചു കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ ആൾക്കാരും ഉണ്ട്. അതല്ലാതെ നമ്മൾ കുറയുന്നത് വലിയ വിഭാഗം പറഞ്ഞത് ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഫ്രീ ആവാൻ പറ്റും, എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും മോചിതരാവാൻ പറ്റും. നമ്മുടെ ഉള്ളിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് വരുത്തിയാൽ ഒരു സാഹചര്യത്തിനും നമ്മളെ പേടിപ്പിക്കാൻ, ഒരു സാഹചര്യത്തിനും നമ്മളെ ദേഷ്യപ്പെടുത്താൻ പറ്റില്ല, ഒരു സാഹചര്യത്തിനും നമ്മളെ സങ്കടപ്പെടുത്താൻ പറ്റില്ല. നമ്മൾ ഫുൾ ടൈം ഓണായിട്ടിരിക്കും. മോക്ഷം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ മൂഡ് സ്വിങ്സ് ഇല്ലാതിരിക്കുക, മൂഡ് ഓഫ് ആവാതെ ഇരിക്കാൻ പറ്റാറുണ്ടോ? പറ്റണമെന്ന് തോന്നിയിട്ടെങ്കിലും അതും അതെങ്കിലും ഉണ്ടെങ്കിൽ എളുപ്പം അറിഞ്ഞിരുന്നു, അതും തോന്നുന്നില്ല. ഇന്ന് ആൾക്കാർ മൂഡ് സ്വിങ്സ് ഉപയോഗിക്കുന്ന കാര്യം മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിരിക്കും. അങ്ങനെ അല്ലാണ്ട് നമ്മൾ ഫുൾ ടൈം ഓണായിരുന്ന എത്ര നല്ലതാണെന്ന് ആലോചിച്ചു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ കുറേ നിമിഷങ്ങളുണ്ട്. നമ്മൾ വെറുതെ കരഞ്ഞും പേടിച്ചും ടെൻഷൻ അടിച്ച് നിമിഷങ്ങൾ, അതൊക്കെ മാറ്റാം. പുറത്തുള്ള സാഹചര്യങ്ങൾ എന്തും ആയിക്കോട്ടെ, നമുക്ക് സ്വയം വ്യക്തമായിട്ടിരിക്കണം. എന്തുകൊണ്ടൊക്കെയോ ശരിയായില്ല, ഇനി എനിക്ക് എന്തൊക്കെയോ ചെയ്താലേ സുഖം മാറ്റി വെക്കുന്ന, അഡിക്ഷൻസ് ഇല്ലാത്ത, ഒരിക്കലും മനസ്സ് കൺട്രോൾ വിട്ട് പോകാത്ത,
എവിടെ ആരുടെ കൂടെ എത്ര എങ്ങനെ ഇരുന്നാലും സുഖമായിരിക്കാൻ അറിയുന്ന, ഏത് സാഹചര്യത്തോടും പൊരുത്തപ്പെടാൻ അറിയുന്ന ആ ഒരു ഭാവത്തിനെയാണ് നമ്മുടെ മുക്തഭാവമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ജീവിതത്തിൽ ഏറ്റവും വലിയ ഐഡിയ ആയിട്ട് നമ്മുടെ പൂർവികർ സൂചിപ്പിക്കുന്നത് ആരാ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം ചെയ്ത ആളെ ചോദിച്ചാൽ ഓരോ നിമിഷവും മുക്തനായി ഇരിക്കാൻ പറ്റുന്ന ആള്, അവസാനം ശരീരം ഉപേക്ഷിക്കുമ്പോഴും തൃപ്തിയോടുകൂടി ജീവിച്ച് മതിയായില്ല എന്നൊന്നും പറയാതെ, ഭാരമുണ്ട് എന്ന് പറയാതെ, തീർന്നില്ല എന്ന് പറയാതെ ഞാൻ നന്നായി ജീവിച്ചു എന്നുള്ള തൃപ്തിയോടുകൂടി പോകാൻ പറ്റുന്നതാണ്. ആ മോക്ഷത്തിനെയാണ് നാലാമത്തെ പുരുഷാർത്ഥമായിട്ട് നമ്മുടെ പൂർവികര് നമുക്ക് ചേർത്ത് പറഞ്ഞിട്ടുള്ളത്. ധാർമ്മികമായിട്ട് പ്രവർത്തിച്ച്, ധാർമ്മികമായിട്ട് അർത്ഥം സമ്പാദിച്ച്, ധാർമ്മികമായിട്ട് നമ്മുടെ കാമനകളൊക്കെ സബലീകരിച്ചു പോയി ഒരു ഘട്ടം എത്തുമ്പോൾ ഉള്ളതിൽ തൃപ്തി വരാനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടാവണം. നീ ആലോചിച്ചു നോക്കൂ, ഒരു പ്രായം കഴിയുമ്പോൾ ശരീരവും മനസ്സും ഒക്കെ നമ്മുടെ കൈവിട്ട് പോകുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ മാത്രം അടങ്ങാതെ ഇന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, അതിലൂടെ നമ്മളും കഷ്ടപ്പെടും, മറ്റുള്ളവരും കഷ്ടപ്പെടും. ചില സാഹചര്യങ്ങളിൽ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ പിടിച്ചു നിർത്താൻ പറ്റാത്തത് എത്ര പ്രശ്നമാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കണില്ല എന്ന് തോന്നുമ്പോൾ നമുക്ക് വളരെയും ഉപദ്രവിക്കാൻ തോന്നുന്നതൊക്കെ ഈ രീതിയിൽ മാനേജ് ചെയ്യാൻ നമ്മുടെ ഉള്ളിൽ കഴിയാത്തത് കൊണ്ടാണ്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് മോക്ഷത്തിലേക്ക് ഒരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ, നമുക്ക് മുക്തമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കും ഗുണമാണ്, മറ്റുള്ളവർക്കും ഗുണമാണ് എന്നുള്ളത് കാണാം. മോക്ഷം അതുകൊണ്ട് തന്നെയാണ് ഒരു വലിയ ലക്ഷ്യമായിട്ട് നമ്മുടെ പൂർവികര് വെച്ചിരുന്നത് എന്ന് കാണാം. പല അഭിപ്രായങ്ങളും പൂർവികരുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നാറുള്ളത് ഇന്നത്തെ കാലത്ത് ഈ ധർമ്മവും അർത്ഥവും കാമവും മോക്ഷവും ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എത്രയോ റിസ്കുകളും കുഴപ്പങ്ങളും ഒഴിവാക്കിയിട്ട് ഏറ്റവും സന്തോഷമായിട്ട് നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ടുപോകാൻ പറ്റും. ഒന്നിനും ഒളിച്ചുകൊണ്ടൊന്നില്ല, നമ്മൾ എല്ലാം നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്. പക്ഷെ നാളത്തേക്ക് പ്രശ്നം വരാത്ത രീതിയിൽ ആസ്വദിക്കുന്നുണ്ട്. ഒന്നും നമ്മളെ ബാധിക്കാത്ത രീതിയിൽ ആസ്വദിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഓരോ നിമിഷവും സന്തോഷമായി തന്നെ മുന്നോട്ട് പോകാൻ, തൃപ്തിയായി തന്നെ മുന്നോട്ട് പോകാൻ പറ്റുന്ന രീതിയിൽ ആസ്വദിക്കുന്നുണ്ട് എന്നാണ്. അങ്ങനെയൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ ശ്രമിക്കേണ്ടതാണ്. ധർമ്മം കൊണ്ട് എന്താ പറഞ്ഞാൽ നമ്മുടെ സ്വഭാവത്തിനും കഴിവിനും അനുസരിച്ചുള്ളത് പഠിച്ച് ആ രീതിയിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കുക. ആ ധർമ്മത്തിൽ നിന്നുകൊണ്ട് തന്നെ ഒപ്പം ഒരു മനുഷ്യനെ പറഞ്ഞിട്ടുള്ള സാമാന്യ ധർമ്മങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ പറഞ്ഞു തന്നതൊക്കെ നിന്നുകൊണ്ട് തന്നെ അർത്ഥം സമ്പാദിക്കാനും നമ്മുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കാനും ശ്രമിക്കുക. ഒരു പരിധിക്ക് അപ്പുറം അർത്ഥം സമ്പാദിച്ച് നമുക്കും മറ്റുള്ളവർക്കും കുഴപ്പമുണ്ടാക്കാതിരിക്കുക. നമ്മുടെ ആഗ്രഹങ്ങളെ ഒരു പരിധിക്ക് അപ്പുറം കടത്തി വിട്ടിട്ട് നമുക്കും മറ്റുള്ളവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. അവസാനം കുറച്ച് മോക്ഷം പ്രാക്ടീസ് ചെയ്യാൻ. ജീവിതത്തിൽ ആഗ്രഹങ്ങൾ കുറഞ്ഞാൽ സുഖമില്ല എന്ന് വിചാരിക്കരുത്. അതാണ് നമുക്ക് മോക്ഷത്തിനുള്ള വലിയൊരു എതിരഭിപ്രായം. ആൾക്കാർ വിചാരിക്കേണ്ട ആഗ്രഹം കുറയുമ്പോഴും എന്ത് പോവും, സുഖം പോകുന്നു. ഒരാൾക്ക് ആഗ്രഹം കുറവാന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പാവട്ടോ ആഗ്രഹങ്ങളൊക്കെ പോയിരുന്നു. അങ്ങനെയില്ല. നമുക്ക് ലൈക്സും ഡിസ്ലൈക്സും ഒക്കെ കുറയും തോറും നമുക്കൊരു ചട്ടക്കൂടി ഇല്ലാതെ. മറ്റേന്ന് വെച്ചാൽ നമുക്ക് നിർബന്ധമുള്ള സാധനങ്ങളൊക്കെ ഉള്ളവർക്ക് മാത്രമേ സുഖമായിരിക്കാൻ പറ്റൂ. അതിൽ എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ അടുത്ത് ഇല്ലെങ്കിൽ നമുക്ക് ആകെപ്പാടെ പ്രശ്നമായി. ഇതങ്ങനെ വരില്ല. നമുക്ക് നിർബന്ധങ്ങൾ കുറയും തോറും സ്വാതന്ത്ര്യം കൂടും, സുഖമാവും. ഫ്രീ വേർഡ് എന്നൊക്കെ പറയില്ലേ, മറ്റുള്ളവരെ നമ്മളെ നിയന്ത്രിക്കണ്ടോന്നല്ല, നമ്മുടെ മനസ്സിൽ തന്നെ ആവശ്യമില്ലാത്ത നിയന്ത്രണങ്ങൾ ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ, എവിടെയും പൊരുത്തപ്പെട്ടിരിക്കാൻ പറ്റി കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ വേർഡ് ആവുന്നത്. അതുകൂടെ നമ്മുടെ കൂടുതൽ നമുക്ക് കാണിച്ചു തരുന്ന വലിയ രീതിയിലാണ്. ഇതൊന്ന് മനസ്സിൽ വെക്കുക. ധർമ്മത്തെയും അർത്ഥത്തെയും കാമത്തെയും മോക്ഷത്തെയും പറ്റി പണ്ടുള്ളവർ പറയുന്നതും അതിൽ നിന്ന് ഇന്നത്തെ കാലത്തേക്ക് നമുക്ക് അത്യാവശ്യം എടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ ഒരു മണിക്കൂറോളം നമ്മളിവിടെ കുറച്ച് ആശയങ്ങൾ പങ്കുവച്ചത്. ഇത് ഏതെങ്കിലും നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ എടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിലോ എപ്പോഴെങ്കിലും പക്ഷെ ആലോചിച്ച് നോക്കുമ്പോൾ നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് വേണമെന്ന് തോന്നാതെ നമുക്ക് ഒരിക്കലും സ്വീകരിക്കാൻ പറ്റില്ല. ആർക്കും നിർബന്ധിച്ചൊന്നും ചെയ്യിക്കാനായിട്ട് ഇവിടെ ഈ ഒരു വേദിയിൽ ഈ ഒരു സത്സംഗം നടക്കുന്നത് എല്ലാവർക്കും ഈ ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ വഴിയൊരുക്കുന്നതാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും സന്തോഷമായിട്ട്, ഇനിയും സന്തോഷമായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റട്ടെ.